കർത്താവിന്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ഇത്രയും പേർക്ക് വിവിധ സ്ഥലങ്ങളിൽ ഒരുമിച്ച് കൊള്ളുവാനായിട്ട് കർത്താവ് ഈ അവസരം ഒരുക്കുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ പാസ്റ്റർക്ക് പ്രത്യേക നന്ദി അറിയിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവങ്ങൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഉള്ള ക്ലാസ് എടുക്കാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടു. പ്രത്യേകിച്ച് ആത്മാവിന്റെ വരങ്ങൾ, കൃപാവരങ്ങളെ കുറിച്ചുള്ളതായ ക്ലാസ്സുകൾ ആണ് ആദ്യമായിട്ട് പാസ്റ്ററിനോട് പറഞ്ഞത്. അത് വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെ പരിശുദ്ധാത്മാവിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, പരിശുദ്ധാത്മ സ്നാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. അത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മെ രക്ഷയിലേക്ക് നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ അളവിൽ നിന്നും വ്യത്യസ്തമായിട്ട് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന അനുഭവമാണ് ആത്മസ്നാനം എന്നുള്ളതിനെ കുറിച്ച് 6 ഉദാഹരണങ്ങളിലൂടെ, വാക്യങ്ങളിലൂടെ ഞാനത് തെളിയിക്കുവാനായിട്ട് ഇടയായി തീർന്നു. നമുക്ക് അത് കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാവിനെ പലതിനോട് ഉപമിച്ചിട്ടുണ്ട്. ഉപമാനങ്ങൾ വളരെ പ്രധാനമാണ്. എന്നാൽ 1-2 കാര്യങ്ങൾ മാത്രമേ സംസാരിച്ചുള്ളൂ. ബാക്കിയുള്ള ഉപമാനങ്ങളിലേക്ക് പോകാനായിട്ട് സമയമില്ല. നമ്മൾ പരിശുദ്ധാത്മാവ് തീയായിട്ട്, അഗ്നിയായിട്ട്, അതുപോലെ വെള്ളമായിട്ട്, എണ്ണയായിട്ട്, പ്രാവിനോട്, മുദ്രയോട് ഒക്കെ ഉപമിച്ച്, അച്ചാരത്തോട് ഒക്കെ ഉപമിച്ച് പറഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. മറ്റു പലതുമായിട്ടും സാമ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിലെല്ലാം ഓരോ ആശയങ്ങൾ, ആഴമായ ആശയങ്ങളുണ്ട്. എന്നാൽ ആത്മാവിന്റെ വരം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മളുടെ വരം നമ്മൾ ജ്വലിപ്പിക്കണം എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്. ആത്മീയ വരങ്ങളെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത് എന്ന് പൗലോസ് പരിശുദ്ധാത്മാവിലൂടെ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. ആത്മീയ വരങ്ങൾ, ആത്മാവിന്റെ വരങ്ങളെ കുറിച്ച് നമ്മൾ അറിവുള്ളവരായിരിക്കണം എന്നാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ ആത്മീയ വരങ്ങൾ നമുക്ക് എക്സസൈസിന് മുൻപായിട്ട് നമുക്ക് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് ആത്മാവിന്റെ ഫലം എന്നുള്ളതാണ്. 1 കൊരിന്ത്യർ 12-14 അധ്യായങ്ങളിൽ കൃപാവരങ്ങളെ കുറിച്ച്, ആത്മീയ വരങ്ങളെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് വളരെ വിശദമായിട്ട്. ഏതൊക്കെ അധ്യായങ്ങളാണ്? 1 കൊരിന്ത്യർ 12-14 അധ്യായങ്ങൾ. അവിടെയാണ് ആത്മീയ വരങ്ങളെ കുറിച്ച് അറിവില്ലാതിരിക്കുന്നതും ആത്മീയ വരം വാഞ്ചിക്കുവാനും, വിശേഷാൽ പ്രവചന വരം വാഞ്ചിക്കുവാനും ഒക്കെ കമാൻഡായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അതിനുവേണ്ടി വാഞ്ചിക്കണം, ആഗ്രഹിക്കണം. നമുക്ക് ദൈവം പല കൃപാവരം തന്നിട്ടുണ്ട്. അത് നമുക്ക് അറിയാതെ പോകാം. അതിനെക്കുറിച്ച് ദൈവം അനുവദിച്ചാൽ, കർത്താവ് താമസിക്കുന്നുവെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിനെ കുറിച്ച് ചിന്തിക്കാം. എന്നാൽ ആ 12-14 അധ്യായങ്ങൾ നടുവിലായിട്ട് 13-ാം അധ്യായത്തിൽ എന്തോനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? സ്നേഹത്തിന്റെ അധ്യായം, അല്ലേ? ആ സ്നേഹം ആത്മാവിന്റെ ഫലത്തിന്റെ 1-ാമത്തേതാണ്. അതിനകത്ത് സകലമുണ്ട്. അത് നമുക്ക് അന്യഭാഷകളിൽ പല ഭാഷകൾ സംസാരിച്ചാലും, പല വിശ്വാസത്തിന്റെ പ്രവർത്തികൾ ചെയ്താലും, എന്തെല്ലാം ചെയ്താലും ആത്മാവിന്റെ ബലമാകുന്ന സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കൊണ്ട് നമുക്ക് അവിടെ പറഞ്ഞിരിക്കുന്ന ആ സ്നേഹത്തിന്റെ പ്രാധാന്യം വരങ്ങളെക്കാൾ ഒക്കെ പ്രാധാന്യം സ്നേഹമാണ്. നമുക്ക് മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യം നമുക്ക് വായിക്കാം. മത്തായി 7-ല് കർത്താവ് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. മത്തായി 7-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം മുതൽ നോക്കിക്കേ. നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞിട്ട് 22-ാം വാക്യത്തിൽ 21-ൽ പറയുകയാണ്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അടുത്ത കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ ചെയ്തില്ലയോ എന്ന്
പലരും ആ നാളിൽ എന്നോട് പറയും, അന്ന് ഞാൻ അവരോട് ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവര് എന്നെ വിട്ടു പോകുകയും എന്ന് തീർത്ത് പറയും. അത് മനസ്സിലായോ? ഇത് വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. അപ്പോൾ ഈ നല്ല ഫലമില്ലാതെയും നമുക്ക് ഈ വരങ്ങളെ നമുക്ക് എക്സസൈസ് ചെയ്യാം. പറഞ്ഞ് മനസ്സിലാക്കണം. ഈ വരങ്ങൾ ഫലമില്ലാതെയും എക്സസൈസ് ചെയ്യാൻ ധാരാളം പേര് ചെയ്യുന്നുണ്ട്. ഭയങ്കര കൃപാവരമൊക്കെ കാണിക്കും, പക്ഷേ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇല്ലാത്ത പരിപാടി ഒന്നുമില്ലായിരിക്കും. അത് വളരെ അപകടകരമാണ്. അവരെ കർത്താവ് അംഗീകരിക്കില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വരത്തേക്കാൾ പ്രധാനം എന്താണ്? ഫലമാണ്. വരങ്ങളേക്കാൾ പ്രധാനം ഫലമാണ്. പക്ഷേ വരങ്ങൾ നമ്മൾ അത്യാവശ്യമാണ്, ആഗ്രഹിക്കണം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വരങ്ങളെ ഗ്രഹിക്കണം. ആത്മീക വരങ്ങളുണ്ട്, നമ്മുടെ താലന്തുകളുണ്ട്. അതിനെ കുറിച്ച് പറയുന്നത് അതിന്റെ വ്യത്യാസങ്ങളും എന്താണ് ആത്മീയപരം എന്നുള്ളതിനെ കുറിച്ച് എങ്ങനെ നമുക്കത് പ്രാപിക്കാൻ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നതായ വരങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി കർത്താവിന് വേണ്ടി എക്സസൈസ് ചെയ്യുവാൻ ഇടയാകണം. എല്ലാ മനുഷ്യർക്കും എല്ലാ വരങ്ങളും ഇല്ല. നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ പോലെ കൈയുടെ ഫംഗ്ഷൻ വേറെ, ഹാർട്ടിന്റെ ഫംഗ്ഷൻ വേറെ, കണ്ണിന്റെ ഫംഗ്ഷൻ വേറെ. ഇതുപോലെ ആത്മീയ വരങ്ങൾ ദൈവസഭയുടെ വളർച്ചയ്ക്കായിട്ട് മറ്റേതെങ്കിലും പേരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാനായിട്ട് ഈ വരങ്ങൾ ഓരോ വ്യക്തികളിൽ പരിശുദ്ധാത്മാവ് ഇച്ഛിക്കുന്നവര് എന്ത് ചെയ്യുകയാണ്? വരം നൽകുകയാണ്. എങ്കിലും നമ്മൾ പ്രവചനവരം വാഞ്ചിക്കുവാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ആ ക്ലാസ്സിലെ നമുക്ക് ചിന്തിക്കാം. ഞാൻ പറയാൻ വന്നത്, ഈ കർത്താവ് വരങ്ങളെ കുറിച്ച് പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ട് പറഞ്ഞിരിക്കുമ്പോൾ തന്നെ അതിനേക്കാളും പ്രധാനമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയം എന്താണ്? ഫലമാണ്. ഫലം എന്ന് പറയുന്നത് ഒറ്റ ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ വരം എന്ന് പറയുന്നത് വരങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും എല്ലാ ഫലവും കാണുകയില്ല, എല്ലാ വരങ്ങളും കാണുകയില്ല. എന്നാൽ എല്ലാ വ്യക്തികൾക്കും ആത്മാവിന്റെ ഫലം അത്യാവശ്യമായിട്ട് ഉണ്ടായിരിക്കണം. അതിനകത്ത് ഒത്തിരി അല്ലികളുണ്ട്. ആ അല്ലികളെല്ലാം കൊടുത്തത് ഒറ്റ ഫലമാണ്. അതിൽ ചിലർക്ക് സ്നേഹമാണ് കൊടുത്തിട്ടുള്ളത്, ചിലർക്ക് ദയയാണ് കൊടുത്തിട്ടുള്ളത്, ചിലർക്ക് പരോപകാരമാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ പറയാൻ പറ്റുകയില്ല. എന്നാൽ വരങ്ങൾ പറയുമ്പോഴത്തേക്കും പ്ലൂറലാവുന്ന വരങ്ങൾ ചിലർക്ക് പ്രബോധനപരമായിരിക്കും, ചിലർക്ക് രോഗശാന്തികളുടെ പരമായിരിക്കും, ചിലർക്ക് വിശ്വാസത്തിന് പരമായിരിക്കും, അങ്ങനെ ഭാഷകളുടെ പരമായിരിക്കും. അത് പ്ലൂറൽ പറഞ്ഞപ്പോൾ ഫലം ഒറ്റേ ഉള്ളൂ, അതിനകത്ത് ഇതെല്ലാം ഉണ്ടായിരിക്കണം. നമുക്കൊരു വാക്യം വായിക്കാം. ഗലാത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. ഗലാത്യർ 5:22. നമുക്ക് എല്ലാവർക്കും മനഃപ്പാഠമായിട്ടൊക്കെ പലർക്കും അറിയാവുന്ന വാക്യമാണ്. മനഃപ്പാഠം അല്ലെങ്കിൽ നമുക്ക് പഠിച്ചിട്ട് പോകണം. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. അതെ, അപ്പൊ ഇതാണ് ആത്മാവിന്റെ ഫലം എന്ന് പറഞ്ഞിരിക്കുന്നത്. എത്ര ഐറ്റം ഉണ്ട്? 9 ഐറ്റം ഉണ്ട്. ആത്മാവിന്റെ ഫലങ്ങൾ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. എന്തുവാണ്? ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിന്റെ ഫലം. മറ്റേത് ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് നമുക്ക് ഓറഞ്ചിനകത്ത് ഒത്തിരി അരി ഉള്ളതുപോലെ ഈ ഒരൊറ്റ ഫലത്തിനകത്ത് 9 ഐറ്റംസ് ഉണ്ട്. അതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കൊന്ന് പറഞ്ഞു നോക്കാമോ? കാണാൻ പഠിക്കും വളരെ എളുപ്പമുണ്ട്. 3 പറഞ്ഞാൽ മതി. സ്നേഹം, സന്തോഷം, സമാധാനം. എളുപ്പമല്ലേ? സ്നേഹം, സന്തോഷം, സമാധാനം. പിന്നെ രണ്ടാമത്തേത് ദീർഘക്ഷമ, ദയ, പരോപകാരം. അടുത്ത സെറ്റ് പറഞ്ഞാല് വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. നമ്മൾ ക്ലാസ്സിൽ വന്നിട്ട് കാണാൻ പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണാൻ പഠിച്ചിട്ട് പോകണം. സ്വത്രം അറ്റ്ലീസ്റ്റ്. കാരണം നമുക്കിത് ആവശ്യമായ കാര്യമാണ്, ഒരു കാരണവശാലും ഒഴിവാക്കാവുന്ന വിഷയമല്ല. നമുക്ക് ഒരു നിമിഷം ദൈവസന്നിധാനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, അനുഗ്രഹീതമായ വചനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ആത്മാവിന്റെ ഫലത്തെ കുറിച്ച് ഇന്ന് രാത്രിയിൽ അല്പസമയം ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുമാറാകണമേ. കർത്താവേ, സ്തോത്രം. ഇന്ന് രാത്രിയിൽ ആത്മാവിന്റെ ഫലത്തിന്റെ വലിയ പ്രകാശം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവം അയക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കണം.
യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഒന്നാമത്തേത് എന്തുവാണ്? ഒന്നാമത്തേത് സ്നേഹം, അല്ലേ? ആത്മാവിന്റെ ഫലത്തിൽ ഒന്നാമത് നിൽക്കുന്ന സ്നേഹമാണ്. ഈ സ്നേഹം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 കൊരിന്ത്യർ 13 പറഞ്ഞിരിക്കുന്ന ആ സ്നേഹത്തിന്റെ ഓരോ സ്വഭാവങ്ങൾ നമ്മൾ വായിക്കുമ്പോഴത്തേക്കും, ദീർഘമായി ക്ഷമിക്കുന്നു, ഓരോരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഈ ആ ഫലത്തിന്റെ 9 വിധ അനുഭവങ്ങളും ആ സ്നേഹത്തിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. സ്നേഹം എന്ന് പറയുമ്പോൾ അതുപോലെ പ്രധാനപ്പെട്ടതാണ്. കാരണം ദൈവത്തിന്റെ ഡെഫിനിഷൻ വന്ന് ഗോഡ് ഈസ് ലവ്, അല്ലേ? ദൈവം സ്നേഹം തന്നെ എന്നാണ് ബൈബിൾ വായിക്കുന്നത്. ദൈവം സ്നേഹം തന്നെ. അപ്പോൾ ദൈവം സ്നേഹമാണ്. ആ ദൈവത്തിന്റെ മക്കളായി തീർന്ന നാം ആ പിതാവിന്റെ സ്നേഹത്തെ റിഫ്ലക്ട് ചെയ്യുന്നവരായിട്ട് മാറ്റപ്പെടുകയാണ്. ലോകത്തിലെ സ്നേഹത്തിന് വേണ്ടി എല്ലാവർക്കും ദാഹമുണ്ട്, ആഗ്രഹമുണ്ട്. പലവിധമാകുന്ന സ്നേഹം നമുക്ക് ലോകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഒത്തിരി ഒത്തിരി വ്യാജ സ്നേഹങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. കാര്യം സാധിക്കാനുള്ളതായ സ്നേഹങ്ങൾ, അല്ലേ? എന്തെല്ലാം തരത്തിലുള്ളതായ സ്നേഹമാണ് ലോകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ആത്മാവ് നൽകുന്ന സ്നേഹം നമ്മുടെ എഫർട്ടിൽ നിന്നുണ്ടാകുന്നതല്ല. ഈ ബലം, ആത്മാവിന്റെ ബലം എന്ന് പറയുന്നത് നമ്മുടെ എഫർട്ടിൽ നിന്നുണ്ടാകുന്നതല്ല. പിന്നെ എങ്ങനെയാണ്? നമ്മൾ കർത്താവിൽ വസിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിലേക്ക് പൂർണ്ണമായിട്ട് നമ്മൾ ഈട് ചെയ്ത് കൊടുക്കുമ്പോൾ ആത്മാവ് നമ്മിലൂടെ വെളിപ്പെടുത്തുന്നതാണ് എന്തുവാണ്? ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത്. വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അത് കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ മുന്തിരിവള്ളിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. നമ്മളൊക്കെ ആരാണ്? ആ മുന്തിരിവള്ളിയിൽ കൊമ്പുകളാണ്. നമ്മൾ അന്യരായിരുന്നു, എന്നാൽ നമ്മുടെ കർത്താവ് കൊമ്പുകളാക്കി ആ മുന്തിരിയോട് ചേർക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. എപ്പോഴാണ് ചേർക്കുന്നത് അറിയാമോ? മാനസാന്തരപ്പെടുമ്പോൾ നമുക്കൊരു ദുഃഖമുണ്ടാകും, അല്ലെ? ഒരു മുറിവുണ്ടാകും, സങ്കടം ഉണ്ടാകും. ആ സങ്കടം ആ ദിവസത്തില് നമ്മള് ആ ഹൃദയം വേദനിക്കുന്ന, ഹൃദയം മുറിയുന്ന ഒരു സന്ദർഭമുണ്ട്. ആ മുറിവിനോടുകൂടെ ചേർന്നാണ് കർത്താവിനോട് നമ്മള് ആ ജോയിൻ ചെയ്യുന്നത്. എന്താണ് പറയുന്നത്? ആ ബഡ് ചെയ്ത് ചേർക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകുന്ന ഒരു മുറിവ്, ആ മുറിവിനോടുകൂടെ ചേരുന്നു. കർത്താവിനോട് നമ്മൾ കമ്മിറ്റ്മെന്റ് എടുക്കുന്നു, കർത്താവിനോട് ചേരുന്നു. അത് കഴിയുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ ആ സാപ്പ്, ആ രസം ആ കൊമ്പിലേക്ക് ഒഴുകുവാനായിട്ട് ആരംഭിക്കുന്നത്. അത് ഒഴുകിയാണ് എന്ത് ചെയ്യുന്നത്? ഫലം കായ്ക്കുവാനായിട്ട് ആരംഭിക്കുന്നത്. ആ ഫലത്തിന് എന്തോ വേണം? സംരക്ഷണം വേണം. ആ ഫലത്തെ സംരക്ഷിക്കണം, പ്രൊട്ടക്ഷൻ ഉണ്ടാകണം, അതിന് സപ്പോർട്ട് കൊടുക്കണം, അല്ലെ? പല ഫലങ്ങളും നമുക്ക് സപ്പോർട്ട് ചെയ്ത്, വാഴയൊക്കെയാണ് സപ്പോർട്ട് ചെയ്ത് നിർത്തും, അല്ലെ? ചില ഫലങ്ങള് ഈ പക്ഷിയൊന്നും എടുക്കാതിരിക്കാൻ വേണ്ടി വലയൊക്കെ കെട്ടിവെക്കും. ഇതുപോലെ ആത്മാവിന്റെ ബലവും അന്ധകാര ശക്തികൾ നശിപ്പിക്കുവാനായിട്ട് നോക്കുമ്പോൾ വളരെ ജാഗ്രതയോടെ നമ്മൾ സംരക്ഷിക്കുകയും അതിനെ സൂക്ഷിക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. നമ്മുടെ എഫർട്ട് കൊണ്ടല്ല ഈ ആത്മാവിന്റെ ഫലം ഉണ്ടാകുന്നത്. ആത്മാവിന്റെ ഫലം ഉണ്ടാകുന്നത് നമ്മൾ കർത്താവിൽ വസിക്കുന്നതിലൂടെ, കർത്താവിന് ആത്മാവിന് വേണ്ടി പൂർണ്ണമായിട്ടും ഈട് ചെയ്യുന്നതിലൂടെ കർത്താവിൽ നമ്മൾ വസിക്കുകയും കർത്താവ് നമ്മിൽ വസിക്കുകയും ചെയ്യുമ്പോൾ, ആത്മാവിന് വേണ്ടി പൂർണ്ണമായിട്ടും ഈട് ചെയ്ത് കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിലൂടെ ആ സന്തോഷം ഉണ്ടാക്കുകയാണ്, സമാധാനം ഉണ്ടാക്കുകയാണ്. ഓരോ ഫലത്തിന്റെ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ മാനസികമായി ഇതെല്ലാം ഉണ്ടാക്കാനായി ശ്രമിക്കുന്നവരുണ്ടെന്നാൽ ഒരു ദൈവത്തിന്റെ പൈതലെ സംബന്ധിച്ചിടത്തോളം മാനസികമായ കഴിവുകൊണ്ടല്ല, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിനകത്ത് നൽകുന്ന സന്തോഷമാണ് ആത്മാവിനുള്ളതായ സന്തോഷം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോൾ ഈ സന്തോഷത്തെ കുറിച്ച് നമുക്ക് 2 കാര്യങ്ങൾ ചിന്തിക്കാം. ഈ സന്തോഷം കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം പറയുമ്പോൾ തന്നെ ആദ്യത്തെ 3 ഫലങ്ങളും ഫലത്തിന്റെ 3 ഐറ്റംസും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സന്തോഷം, എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും
11-ാം വാക്യം, 15-11. അതൊരു നല്ല വാക്യമാണ്. എല്ലാവരും എടുത്ത് വായിച്ചു നോക്കിയേ. എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ യേശുവിന്റെ വാക്കുകൾ, യേശു സംസാരിച്ചത്, യേശുവിന്റെ വചനം നമുക്ക് സന്തോഷം ഉണ്ടാകാനാണ്. കർത്താവ് പറയുന്നത് എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കണം. ഇപ്പൊ ലോകത്തോട് ഒത്തിരി 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 സന്തോഷങ്ങളുണ്ട്. ഇതെല്ലാം താൽക്കാലിക സന്തോഷമാണ്. അല്പം കഴിയുമ്പോൾ പല സന്തോഷങ്ങളും ദുഃഖമായി മാറ്റപ്പെടും. അല്ലേ? എന്റെ സന്തോഷം നിങ്ങൾ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനത് സംസാരിച്ചിരിക്കുന്നു. അതിന്റെ ആ ഭാഗത്ത് തന്നെ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ തമ്മിൽ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. സന്തോഷത്തെ കുറിച്ച് പറയുന്നത് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. നമുക്ക് എങ്ങനെയാണ് തമ്മിൽ തമ്മിൽ സ്നേഹിക്കാൻ കഴിയുന്നത്? ഒന്നാമതായിട്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുമ്പോഴാണ് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് കഴിയുന്നത്. നമ്മുടെ സൈക്കിൾ ഉണ്ടല്ലോ, സൈക്കിളിന്റെ അരക്കാലികൾ, സൈക്കിളിന്റെ ഓരോ സ്പൈക്സും ഇവിടെ എന്ത് ചെയ്യുകയാണ്? അതിന്റെ ഹബിലേക്ക്, നടുവിലേക്ക് വരുമ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിരിക്കും അല്ലേ? എന്നാൽ അത് അകലെ പോകുമ്പോഴോ ഒത്തിരി അകന്നകന്ന് പോകും. അപ്പൊ അകലെ പോയിട്ട് നമ്മൾ ഇതിനെ അടുപ്പിക്കാൻ ശ്രമിച്ചാൽ പൊട്ടിപ്പോകും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് അടുത്തിരിക്കുന്ന അനുഭവം മനസ്സിലാക്കണമെങ്കിൽ ഹബിലേക്ക് കടന്നു വരണം. ഹബ് എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യമാണ്, ദൈവമാണ്, കർത്താവാണ്. ആ കർത്താവിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ മറ്റുള്ള വ്യക്തികളുമായിട്ട് അടുത്തിരിക്കുന്ന മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ദൈവസന്നിധിയിൽ അല്പസമയം ഇരിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആരോടെല്ലാം അകന്നിരിക്കുന്നു തോന്നുന്നുണ്ടോ? അത് നമ്മൾ അകന്നു മാറുമ്പോൾ അകന്നതായിട്ട് തോന്നും. എന്നാൽ നമ്മൾ അടുത്തേക്ക് വരുമ്പോൾ മറ്റുള്ള വ്യക്തികളും അടുത്തടുത്ത് വരുന്നതായിട്ട് അനുഭവിക്കാനായിട്ടിടയായത്. ഒന്നാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിനെ സ്നേഹിക്കണം. ആ കർത്താവിനെ സ്നേഹിക്കുന്നവരായി മാറണം. സഭയെ കുറിച്ച് റെവലേഷനിലെ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ 2-3 അധ്യായങ്ങളിൽ സഭയെ കുറിച്ച് ദൂത് കൊടുക്കുമ്പോൾ എഫെസോസ് സഭ ഒന്നാമത്തേതാണ്. അതോടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. എന്നിട്ട് പറയുന്നതുവാ, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മനസ്സാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവർത്തി ചെയ്യുക. അപ്പോൾ ഈ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. ഒത്തിരി നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുകയാണ്, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. സ്തോത്രം. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവസഭ തീരുമാനങ്ങൾ എടുത്തു, കർത്താവിന്റെ പല തീരുമാനങ്ങൾ എടുത്തു. കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുവാനായിട്ട് നമ്മൾ തീരുമാനിച്ചു, ആരംഭിച്ചു. ഓരോരോ വിഷയങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും കർത്താവിനുള്ള സ്നേഹം നമുക്ക് കുറഞ്ഞു വരുവാനായിട്ട് ഇടയായി തീരും. സഭയ്ക്ക് ഒത്തിരി നല്ല ഗുണമുണ്ടെങ്കിലും ആദ്യ സ്നേഹം ഘട്ടം ഘട്ടമായിട്ട് കുറഞ്ഞു പോയി. ഇന്ന് രാത്രിയിൽ കർത്താവിനോട് നമ്മുടെ സ്നേഹം എങ്ങനെ ഇരിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. നമ്മുടെ വിഷയങ്ങളൊക്കെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്, അതോ കർത്താവിനുള്ള സ്നേഹം ഒന്നാമതായിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അത് ചെറിയൊരു കാര്യമല്ല, അത് പറഞ്ഞിരിക്കുന്ന വലിയ വീഴ്ചയാണ്. ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക എന്ന് പറഞ്ഞാൽ കർത്താവുമായുള്ള ആദ്യ സ്നേഹത്തിൽ നമ്മൾ വീഴുന്നത് ഒരു വലിയ വീഴ്ചയാണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോ കർത്താവുമായുള്ള സ്നേഹത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. അതാണ് ഒന്നാമത്തെ പടി. കർത്താവ് നമുക്ക് ആ സ്നേഹത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ട് ഇടയാകുന്നതിന്റെ പ്രധാനപ്പെട്ടതായ കാര്യം. അത് 1 Corinthians 16:20 നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിനെ സ്നേഹിക്കാതെ ഏവരും ശപിക്കപ്പെട്ടവൻ, അല്ലേ? യോഹന്നാൻ 13:34 മറ്റേത് കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കൽപ്പന തരുന്നു, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. സ്തോത്രം. ഇപ്പോൾ കർത്താവ് സ്നേഹമായതുകൊണ്ട് നമ്മുടെ ആത്മാവിന്റെ ഫലമാകുന്ന സ്നേഹം അത് നമ്മളോട് വെളിപ്പെടുകയാണ്. ഈ സ്നേഹം എന്നേക്കും നിലനിൽക്കുന്നു. എന്നുള്ള സ്നേഹമാണ് ലോകത്തിന്റെ സ്നേഹവും യേശുവിന്റെ സ്നേഹവും ദൈവസ്നേഹവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ദൈവസ്നേഹം എന്നുള്ള അകപ്പ എന്നുള്ള വാക്കാണ്. ആ വാക്കിന് അതിന്റെ അർത്ഥം യേശുവിന്റെ സാക്രിഫിഷ്യൽ ലവ് ആണ്. ഒരു ദൈവത്തിന്റെ പൈതൽ ആവശ്യമായിരിക്കുന്നത് നമുക്ക് ത്യാഗപൂർണമായ ഒരു സ്നേഹം നമുക്ക് ആവശ്യമാണ്, അല്ലേ?
അത് സെൽഫ്ലെസ് ലവ് ആണ്. യേശുവിന്റെ സ്നേഹം നമുക്ക് എന്തെങ്കിലും കാര്യം സാധിക്കുവാൻ വേണ്ടിയല്ല, ഒരുപക്ഷെ നമുക്ക് സാക്രിഫൈഷ്യൽ ആയിട്ട് സ്നേഹിക്കുന്ന ഒരു അനുഭവമാണ് ആത്മാവിന്റെ ഫലമാകുന്ന സ്നേഹമെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പത്രോസ് യേശുവിനെ സ്നേഹിച്ചിരുന്നു, എല്ലാത്തിനും തീക്ഷ്ണതയോടെ നിന്നു. പക്ഷേ പതുക്കെ 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 എന്ത് ചെയ്തു? പ്രാർത്ഥന കുറഞ്ഞു, കർത്താവിനെ ആഗ്രഹം വിട്ട് പിന്തിയാൻ ചെല്ലാൻ തുടങ്ങി. അവന്റെ സ്നേഹം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് തള്ളിപ്പറയുന്ന അനുഭവത്തിലേക്ക് വന്നു. പക്ഷേ കർത്താവിന്റെ സ്നേഹം അവനെ വിട്ടുപോയില്ല, അവനെ അന്വേഷിച്ചു വന്നു. എന്ത് ചെയ്തു? അവസാനമായിട്ട് കർത്താവ് ചോദിക്കുക, നീവേക്കാളും അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് പിന്നെയും പിന്നെയും ചോദിച്ച് ആ സ്നേഹത്തിലേക്ക് അവനെ മടക്കി വരുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, അല്ലേ? എപ്പോഴാണ് അവന്റെ സ്നേഹം കുറയുന്നത് ചോദിച്ചു കഴിഞ്ഞാല് ആ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു കുറഞ്ഞു വരുമ്പോഴത്തേക്കും ആ സ്നേഹം കുറയും. കർത്താവിനെ സ്നേഹിക്കുവാനും പ്രാർത്ഥിക്കുവാനും കർത്താവിന്റെ ശബ്ദം കേൾക്കുവാനും നമ്മൾ മടി കാണിക്കാൻ ആരംഭിക്കുമ്പോൾ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ട് വരുവാനായിട്ട് ആരംഭിക്കും. തന്നെയല്ല, ഒരു പ്രശ്നം ഉണ്ടായിട്ട് പരിഹാരം വരുത്താതിരിക്കുമ്പോൾ ആ സ്നേഹത്തിന് കുറവുണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും. തന്നെയല്ല, ഒരു വ്യക്തിയുമായുള്ള സ്നേഹത്തിന് നമ്മുടെ പ്രയോറിറ്റീസ് വേറെ മാറിക്കഴിയുമ്പോൾ ആ സ്നേഹം കുറഞ്ഞു 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 വരുവാനായിട്ട് ഇടയായിത്തീരും. തന്നെയുമല്ല, പുറമേ നിന്നുള്ളതായ സ്വാധീനങ്ങള്, മൊബൈല്, മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? സ്നേഹത്തിൽ നിന്ന് മാറ്റുവാനായിട്ട് ഇടയായിത്തീരും. ഇത് ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹം, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം, കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കൾ, ഇതെല്ലാം ബാധിക്കുന്ന കാര്യമാണ് മറ്റുള്ളവരോടുള്ളതായ സ്നേഹം. ഇതിനെല്ലാത്തിനും ആവശ്യമായിരിക്കുന്നത് ക്വാളിറ്റി ടൈം ചെലവാക്കുന്നെങ്കിൽ എന്ത് ചെയ്യും? ആ സ്നേഹം നിലനിൽപ്പാനായിട്ട് സാധിക്കും. രണ്ടുപേർ തമ്മിൽ സ്നേഹം ഉണ്ടായിരുന്നു, പക്ഷേ ഇടയ്ക്ക് ഒരു പ്രശ്നമുണ്ടായി, അതിന് പരിഹാരമില്ലാതെ മുമ്പോട്ട് പോകുമ്പോൾ ആ സ്നേഹം താഴ്ന്നു വരുവാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ ക്ഷമയോടെ സാക്രിഫൈഷ്യലായിട്ട് സ്നേഹിച്ചുകൊണ്ട് ആയിരിക്കുവാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. തമ്മിൽ സ്നേഹം ഉണ്ടായിരിക്കണം. ഞാൻ ആ സ്നേഹത്തെ കുറിച്ച് അവിടെ നിർത്തട്ടെ. പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുന്നതുകൊണ്ട് വളരെ വേഗത്തിൽ അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇന്ന് രാത്രിയിൽ നമ്മുടെ സ്നേഹം എങ്ങനെയായിരിക്കുന്നു എന്ന് ആത്മാർത്ഥമായിട്ട് പരിശോധിക്കാം. ആരോടെങ്കിലും നമുക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നില്ല, സ്നേഹമില്ല എന്ന് തോന്നുന്നെങ്കിൽ എളുപ്പ മാർഗം കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിക്കുക. കർത്താവിനോട് വർദ്ധിച്ച സ്നേഹം ഉണ്ടാകുമ്പോൾ മനുഷ്യരോടും സ്നേഹം ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും. രണ്ടാമത്തേത് എന്താണ്? സ്നേഹം കഴിഞ്ഞിട്ട് എന്തുവാണത്? സന്തോഷം. ഈ സന്തോഷം ഇത് പറഞ്ഞതുപോലെ എല്ലാവർക്കും വളരെ ആഗ്രഹിക്കുന്ന വിഷയമാണ് സന്തോഷം. സന്തോഷം തരാനാണ് ഒത്തിരി കാര്യങ്ങൾ ലോകത്തിലുണ്ട്. ധാരാളം കാര്യങ്ങൾ എന്റർടൈൻമെന്റിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി ലോകത്തിൽ കാണുവാനായിട്ട് സാധിക്കും, അല്ലെ? എന്നാൽ ഈ സന്തോഷങ്ങളെല്ലാം താൽക്കാലികമായ സന്തോഷങ്ങളാണ്. പല സന്തോഷങ്ങളും തൽക്കാലം സന്തോഷം തരും, പക്ഷേ പിന്നീട് ഒരിക്കലും മാറാത്ത ദുഃഖവും അപമാനവും ലജ്ജയും വരുത്തുന്ന സന്തോഷങ്ങളാണ് ലോകത്തിലെ സന്തോഷങ്ങൾ. ഒരിക്കൽ കൂടെ പറയാം, ഈ ലോകത്തിലെ സന്തോഷങ്ങൾ പലതും തൽക്കാലം സന്തോഷമാണെന്ന് തോന്നും, പക്ഷേ പല സന്തോഷങ്ങളും പിന്നീട് നമുക്ക് ദുഃഖവും അപമാനവും ലജ്ജയും വരുത്തുന്ന അനുഭവങ്ങളിലേക്ക് മാറ്റപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ ആത്മാവിന്റെ സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് പ്രശ്നങ്ങളെല്ലാം ഉള്ളപ്പോഴും, പ്രയാസത്തിന്റെ നടുവിലും പ്രശ്നത്തിന്റെ നടുവിലും പകരപ്പെടുന്ന സന്തോഷമാണ് ആത്മാവിന്റെ സന്തോഷം എന്ന് പറയുന്നത്, അല്ലെ? ആത്മാവിന്റെ ബലമാകുന്ന സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് എല്ലാ പ്രയാസങ്ങൾ ഉള്ളപ്പോൾ തന്നെ ലഭിക്കുന്നതായ സന്തോഷമാണ് ആത്മാവിന്റെ സന്തോഷം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് നെഹമ്യ 8:10 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമായിട്ട് എടുത്ത് വായിക്കുന്നത്. നെഹമ്യ 8:10 കർത്താവിനുള്ള സന്തോഷമാണല്ലോ നിങ്ങളുടെ ബലം, അല്ലെ? The joy of the Lord is your strength. അപ്പൊ കർത്താവിനുള്ള ബലമാണ്, കർത്താവിനുള്ളതായ സന്തോഷമാണ് നമ്മുടെ ബലം. അപ്പോൾ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം, ആ സ്നേഹം റിഫ്ലക്ട് ചെയ്ത് മറ്റുള്ളവരിലേക്ക് പോകുന്നു. കർത്താവിൽ നമുക്ക് സന്തോഷിക്കണം. കർത്താവിനുള്ള സന്തോഷമാണ് നമുക്ക് നമ്മുടെ ബലമായിട്ട് മാറ്റപ്പെടുന്നത്. അത് ആബ്സൻസ് ഓഫ്
troubles. നമ്മുടെ ജീവിതത്തിലെ ട്രബിൾസിനകത്ത് ട്രബിൾസ് ഇല്ലാത്തൊരു ജീവിതമല്ല. ഏത് പ്രശ്നമുണ്ടെങ്കിലും അതിന്റെ നടുവിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നതാണ് സന്തോഷം എന്ന് പറയുന്നത്. അതായത് കർത്താവ് പടക് ഇളകി മറിയുന്നതായ സന്ദർഭത്തിലും എന്ത് ചെയ്യുകയാണ്? കർത്താവ് സമാധാനത്തോടെ ഉറങ്ങുന്നത് കാണുവാനായിട്ട് സാധിക്കും. സ്തോത്രം. ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്ക് വായിക്കണം. അത് ഹബക്കൂക്കിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ ഹബക്കൂക്ക് 3:17 തൊട്ട് വാക്യം വായിച്ചു നോക്കിയും 17-19. ഹബക്കൂക്ക് തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ കുറിച്ച് പറയുകയാണ്. അത്തിവൃക്ഷം തളർച്ചയില്ല, മുന്തിരിവള്ളിയില് അനുഭവം ഉണ്ടാകുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, പിന്നെ ഗോശാലയിൽ കന്നുകാലി ഉണ്ടായിരിക്കില്ല. നോക്കിക്കേ, ഇതെല്ലാം പ്രതികൂലമായിരുന്നാലും എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. അടുത്ത് എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. പിന്നെ അവന്റെ കാല് മാൻപേടക്കാർക്ക് പോലെയാക്കി എന്റെ ഗിരികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു. ഉന്നതങ്ങളിൽ ആമേൻ സ്തോത്രം വീണു പോകാതെ നടക്കുമാറാക്കുന്നു. ഇതെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിന്റെ മധ്യത്തിലും ഞാൻ യഹോവയിൽ സന്തോഷിക്കുന്നു. ആ സന്തോഷമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഇന്നെന്തെല്ലാം സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും അതിന് നടുവിൽ സന്തോഷിക്കുവാൻ കഴിയുന്നെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായത് ഒന്നുമില്ല. ചിലർക്ക് ഇവിടെ എന്തെല്ലാം ഉണ്ടെങ്കിലും എന്ത് ചെയ്തില്ല? സന്തോഷിക്കാനായിട്ട് പറ്റുകയില്ല. എന്നാൽ ഇവിടെ എന്തെല്ലാം വിളകി പറഞ്ഞാലും സന്തോഷിക്കുവാൻ കഴിയുമെങ്കിൽ അതാണ് ശ്രേഷ്ഠമേറിയ കാര്യം. ഒന്ന് ഓർത്തു വയ്ക്കുക, നമ്മുടെ ഹൃദയത്തിൽ വേദനപ്പെടുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന്. നിസ്സാരമായ കാര്യങ്ങളായിരിക്കാം, പക്ഷേ ആ വിഷയങ്ങളെല്ലാം നമ്മെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മാവിന്റെ ബലം ആകുന്ന സന്തോഷം വരുമ്പോൾ നമുക്കിവിടെ ഏതെല്ലാം സാഹചര്യങ്ങൾ ദുഃഖിക്കേണ്ടി വരുന്നതായ അവൻ വേദന ഉണ്ടാക്കുന്ന വിഷയങ്ങളാണെങ്കിലും അവൻ സ്തോത്രം ആനന്ദ തൈലം കൊണ്ട് കർത്താവ് നമ്മെ അഭിഷേകം ചെയ്യുമ്പോൾ ഏത് വിഷയമാണെങ്കിലും ദുഃഖിതർക്ക് എന്ത് ചെയ്യുകയാണ്? ആനന്ദം കൊടുക്കുന്ന കർത്താവാണ് നമ്മുടെ ദൈവം. ഇന്ന് രാത്രിയിൽ ആത്മാവിന്റെ ബലത്താൽ നിറയപ്പെടുവാനായിട്ട് നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. അത് നമുക്ക് സ്വന്തമായി ഉണ്ടാക്കുവാൻ കഴിയുന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവസ്ഥിതിക്കുകയും പ്രാർത്ഥിക്കുകയും കർത്താവിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുകയും പരിശുദ്ധാത്മാവ് വേണ്ടി പൂർണ്ണമായി ലീഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുമ്പോൾ ആത്മാവ് നമ്മുടെ ഹൃദയത്തിനകത്ത് ആ സന്തോഷത്താൽ നിറയ്ക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്വന്തം ശീലാസും ശരീരം മുഴുവനും തകർന്ന് വേദനിച്ച് ആയിരിക്കുന്നതായ സമയത്ത് എന്ത് ചെയ്യുകയാണ്? അവിടെ പാട്ട് പാടുന്നത് അല്ലെ? അവിടെ സന്തോഷത്തോടുകൂടെ അവര് ദൈവത്തെ സ്തുതിക്കുന്നത് ആരാധിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഫിലിപ്പിയർനാലില് സന്തോഷിപ്പീൻ, കർത്താവ് എപ്പോഴും സന്തോഷിപ്പീൻ. സന്തോഷിക്കണം ഞാൻ പിന്നെയും പറയുന്നു അല്ലേ? അതിന് മുമ്പേ പറഞ്ഞിട്ടുള്ള ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. അന്നോട്ട് വായിച്ചു വയ്ക്കും. നല്ല പ്രധാനപ്പെട്ട ഒരു വാക്യമാണത്. വായിച്ചു വയ്ക്കുകയും അതിന്റെ തൊട്ടുമുള്ള വാക്യം ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് അല്ലേ? കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിന് ശേഷം എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല പുരുഷം അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കട്ടെ വേണ്ടത്. സന്തോഷത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സമാധാനത്തെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സമാധാനം വരുന്നതിനുള്ള സബ്ജക്ട് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കും. എങ്ങനെ നമുക്ക് എപ്പോഴും സന്തോഷിക്കുവാനായിട്ട് കഴിയുന്നത്? പൗലോസ് കാലഘട്ടത്തിലേക്ക് കടന്ന് പല ലേഖനങ്ങൾ എഴുതുവാനായിട്ട് ഇടയായിരുന്നു. പൗലോസിന് എങ്ങനെ സന്തോഷിക്കാൻ കഴിയും? നമുക്ക് ഒരു സമയത്ത് ഒരു കാര്യമേ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് അത് ഏറ്റവും വലിയ
പ്രിൻസിപ്പിളാണ്. ഒരു സമയത്ത് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പം പല കാര്യങ്ങൾ ചെയ്യാൻ പ്രാക്ടീസ് കൊണ്ട് തന്നെ ചെയ്യുകയാണ്. പക്ഷേ ഒരേ സമയത്ത് ഒരേ കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റുകയുള്ളൂ. നമ്മള് കർത്താവിനെ കുറിച്ച് കർത്താവ് സന്തോഷിക്കണം, കർത്താവിനെ ധ്യാനിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള പ്രശ്നങ്ങൾ എല്ലാം മറന്നു പോകും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? താങ്ങാനാവാത്ത ഭാരങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ അതിനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര വലുതായി നിൽക്കും. പ്രശ്നം ഭയങ്കര വലുതായി നിൽക്കും. ചിലർക്കാണെങ്കിൽ ചെറിയ വിഷയമാണെങ്കിലും ഭയങ്കര വലിയ വിഷയമായിട്ട് ഉറങ്ങാൻ പറ്റാത്ത ഭാരമായിരിക്കും. കർത്താവിനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ തന്നെയല്ല സ്തോത്രത്തോടുകൂടെ അറിയിക്കണം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തെ നമ്മൾ സ്തുതിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ വലുതാകുകയാണ്. ദൈവത്തെ മാഗ്നിഫൈ ചെയ്യുകയാണ്. ദൈവം മാഗ്നിഫൈ ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ പ്രശ്നം എന്ത് ചെയ്യാണ്? ചെറുതായി പോവുകയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ കർത്താവിനെ സ്തുതിക്കുമ്പോൾ, നന്ദി പറയുമ്പോൾ, ആ കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ കർത്താവ് വലുവനാകുകയും ആ സമയത്ത് നമ്മളെ ഭാരപ്പെടുന്ന വിഷയങ്ങൾ ചെറുതാകുകയും ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. സ്തോത്രത്തോടുകൂടെ നമ്മുടെ വിഷയങ്ങൾ ദൈവത്തോട് അറിയിക്കണം. എന്തിനാ സ്തോത്രം പറയുന്നത്? ദൈവം ചെയ്തിരിക്കുന്ന നന്മകൾ, എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ട്. നമുക്കുണ്ടായ തിന്മകളോട് ഇഷ്ടമുണ്ടാക്കണം. ദൈവം ചെയ്തിരിക്കുന്ന നന്മകളോട് ഇഷ്ടമുണ്ടാക്കണം. ഭയങ്കര ഇഷ്ടമായിരിക്കും ദൈവം നമുക്ക് നൽകിയ നന്മകളുടെ ലിസ്റ്റ് അല്ലേ? മനോഹരമായ ലോകം കാണാൻ കണ്ണുകളെ ദൈവം തന്നു. നമ്മൾ തുറക്കുമ്പോൾ കാണും. എത്ര പേരാണെന്ന് അറിയാമോ? കണ്ണുറക്കം മുഴുവൻ അന്ധകാരമായിരിക്കുന്ന ജീവിതം മുഴുവനും ഈ ശബ്ദങ്ങളെല്ലാം കേൾക്കാനായിട്ട് നമുക്ക് ചെവികളെ തന്നു അല്ലെ? നമ്മെ ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്നു. നമുക്ക് വാഹനം ഓടിക്കുവാനായി തോന്നുന്നു. സ്വന്തം ദൈവം ചെയ്ത ഉപകാരങ്ങൾ ആദ്യം നമ്മൾ ചിന്തിക്കണം. ചില വിഷയത്തിൽ ഒരുപക്ഷെ ദൈവം ചെയ്തില്ലായിരിക്കാം. അത് സകലവും നന്മയ്ക്കായിട്ടാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് കൂടി വ്യാപരിക്കുന്നതെന്ന് നമ്മൾ വിശ്വസിച്ച് നന്ദിയോടെ കർത്താവ് ചെയ്തിരിക്കുന്ന ഉപകാരങ്ങൾക്കായിട്ട് സ്തോത്രം പറയുമ്പോൾ സകല ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം എന്ത് ചെയ്യുകയാണ്? നമ്മുടെ ഹൃദയങ്ങളെ ക്രിസ്തുയേശുവിന്റെ നിലവുകളെയും ചിന്തകളെ എന്ത് ചെയ്യും? ഗാഡ് ചെയ്യുന്ന അല്ലെ? നമ്മുടെ ചിന്തകളെ, മനസ്സിനെ എല്ലാം ക്രിസ്തുയേശുവിൽ സകല ബുദ്ധിയെ കവിയുന്ന സമാധാനം കാക്കും. നമുക്കൊരു ഗാഡായിട്ട് വരികയാണ്. ഒരു ഗാഡ് സംരക്ഷിക്കാനായിട്ടുള്ള ഒരു ഗാഡ് പോലെ സമാധാനം, ദൈവിക സമാധാനം നമുക്കൊരു ഗാഡായിട്ട് കൂടെ വരുവാനായിട്ട് ഇടയായി തീരും. അതാണ് ആത്മാവിന്റെ ഫലമാകുന്ന സമാധാനം. പ്രേക്ഷകോളത് നമുക്ക് സമാധാനത്തിന്റെ ഫലത്തിന്റെ കൂടെ സന്തോഷം കൂടെ എഴുതിക്കൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് പറഞ്ഞത്. അപ്പോൾ ആ സന്തോഷിപ്പാൻ, എല്ലായ്പ്പോഴും സന്തോഷിക്കുവാനായിട്ടുള്ള ആഹ്വാനമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. കർത്താവിന്റെ സകല വിഷയങ്ങളെ അറിയിച്ചാൽ മതി. അതുകൊണ്ട് നമുക്ക് ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓരോന്നോരോന്നായിട്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവയെ നമുക്ക് സമാധാനത്താൽ അറിയപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. നമുക്ക് നോക്കാം. നമുക്ക് എന്തൊക്കെ വേണ്ടിയാണ് സന്തോഷിക്കേണ്ടത്? രക്ഷയിലെ സന്തോഷം. രക്ഷയുടെ സന്തോഷം നീ എനിക്ക് തിരികെ തരണമേ. രക്ഷയുടെ സന്തോഷം വലിയ സന്തോഷമാണ്. രക്ഷിക്കപ്പെട്ട ദൈവമാർക്കുണ്ടാകുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത സന്തോഷമാണ്. യേശു പറഞ്ഞു, നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് സന്തോഷിപ്പീൻ. കാരണം എന്തുവാ? ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും എന്ത് ചെയ്യും? തീപ്പൊയ്കയിൽ തള്ളിയിടും. ലോകത്തിലുള്ള സകല കഷ്ടങ്ങളും എടുത്താൽ, നമ്മുടെ ആയുസ് മുഴുവനും അനുഭവിക്കുന്ന ദുഃഖങ്ങളും കഷ്ടങ്ങളും എടുത്താൽ നരകത്തിലെ ഒരു ദിവസത്തെ കഷ്ടവുമായിട്ട് പോലും കമ്പയർ ചെയ്യുവാൻ കഴിയില്ല. ഒന്നുകൂടെ പറയാം, നമ്മളിവിടെ അനുഭവിക്കുന്ന സകല വേദനകളും ദുഃഖങ്ങളും എല്ലാം കൂടെ കമ്പയർ ചെയ്താലും നരകത്തിലെ ഒരു ദിവസത്തെ വേദനയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ഒരിക്കലും അവസാനിക്കാത്തതാണ് നരകം. ഒരിക്കലും 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 അവസാനിക്കാത്ത നിത്യമായ നരകത്തിൽ നിന്ന് ദൈവം നമ്മെ കാലാകാലങ്ങളിലായി വിടുവിച്ചു. അത് എത്രയോ ശ്രേഷ്ഠമായ അനുഭവമാണ്. അമ്മയുടെ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് നിത്യമായ നരകത്തിൽ നമ്മൾ വിടുവിക്കപ്പെടുവാനായിട്ട് ഇടയാക്കിയിരുന്നു. കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് കൊണ്ട്
നിത്യമായ നരകത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഓരോ നിമിഷവും സന്തോഷിപ്പീൻ. ഇവിടെയുള്ള ദുഃഖങ്ങൾ, ഭാരങ്ങളെല്ലാം താൽക്കാലികമാണ്, അല്പസമയത്തേക്ക് വേണ്ടി മാത്രമുള്ളതാണ്. നമുക്കുള്ളതായ ദൈവം നൽകുന്ന സന്തോഷം നിത്യമായ സന്തോഷമാണ്. ഇന്ന് രാത്രിയിൽ എത്ര പേരുടെ ഹൃദയത്തിൽ ആ ആത്മാവിന്റെ സന്തോഷം അനുഭവിച്ചറിയുവാനായിട്ട് കഴിയുന്നുണ്ട്? ആമേൻ, സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 5:11 കൂടെ നമുക്ക് നേരത്തെ വായിച്ചതെന്നുള്ള പറയാം. എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ സംസാരിച്ചിരിക്കുന്നു. നോക്കിക്കേ, എത്ര മനോഹരമായ വാക്യമാണ്. എന്റെ സന്തോഷം നിങ്ങൾ ഇരിപ്പാനും. യേശു പറഞ്ഞത് യേശുവിന്റെ സന്തോഷം നമ്മിൽ ഓരോരുത്തരും ഇരിക്കണം. തന്റെ ശിഷ്യന്മാർ ഇരിക്കണം, നമ്മിൽ ഓരോരുത്തരും ഇരിക്കണം. യേശുവിന്റെ സന്തോഷം എങ്ങനെയുള്ള സന്തോഷമാണ്? സ്തോത്രം. എങ്ങനെയുള്ള സന്തോഷമാ? ഭാരങ്ങളും പ്രയാസങ്ങളും വേദനകളും എല്ലാം വന്നപ്പോഴും സന്തോഷിക്കുന്ന ഒരു സന്തോഷമാണ് യേശുവിന്റെ സന്തോഷം. ആ സന്തോഷം നിങ്ങളിൽ ഇരിക്കണം. നമ്മൾ ഓരോരുത്തരും സന്തോഷിക്കുന്നവരായി തീരാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ലോകത്തിലെ സന്തോഷമല്ല, ആത്മീകമായ സന്തോഷം അനുഭവിക്കുന്നവരാകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇരിപ്പാനും പിന്നെ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമുക്ക് ഭാഗികമായ സന്തോഷമല്ല, പൂർണ്ണ സന്തോഷം ഉണ്ടാകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. എന്നല്ലേ അതിന്റെ അർത്ഥം? നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും. നമുക്കൊരു പക്ഷേ ഭൗതികമായ വിഷയങ്ങൾ പല കാര്യങ്ങൾ സന്തോഷിക്കുവാനില്ലെങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് നിലനിൽക്കുന്ന നിത്യമായ സന്തോഷം അനുഭവിക്കുവാനായിട്ട് കഴിയും. അത് കർത്താവിന് പ്രാപിക്കുന്ന സന്തോഷമാണ്. അത് പൂർണ്ണമാകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പിന്നെ അത് പൂർണ്ണമാകുവാനും പിന്നെ ഇത് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? യേശു സംസാരിക്കുന്ന വചനം, കർത്താവിന്റെ വചനം നമുക്ക് സന്തോഷം പകരുന്നതാണ്. എന്നെ അർത്ഥം? എന്റെ സന്തോഷം നിങ്ങൾ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഇത് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിലുള്ള ആ സന്തോഷം ആത്മാവിന്റെ ബലമായ സന്തോഷമാണ്. മുന്തിരി വസിക്കുന്ന കാര്യം പറഞ്ഞിട്ടാണ് ആ സന്തോഷത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ദൈവരാജ്യം ഭക്ഷണവും ഭാര്യയുമല്ല, പിന്നെ എന്തുവാണ്? നീതി, സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ്. ദൈവരാജ്യത്തിനകത്തായി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം അനുഭവിക്കുന്ന ഒരു അനുഭവത്തിലായിരിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ ഇതുവരെ ചിന്തിച്ചത് എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് സന്തോഷം, സ്നേഹം, സ്നേഹം, സന്തോഷം. ആ സന്തോഷം സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുള്ള സന്തോഷമല്ല. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരിക്കുമ്പോഴും അതിനകത്ത് വ്യാപരിക്കുന്ന സന്തോഷമാണ് കർത്താവിനുള്ളതായ സന്തോഷം. അപ്പോ ചിരി എപ്പോഴും സന്തോഷമാകണമെന്നില്ല, അല്ലെ? സന്തോഷമുണ്ടെങ്കിൽ എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കണം, സന്തോഷമുള്ള മുഖമുണ്ടായിരിക്കണം, അത് റിഫ്ലക്ട് ചെയ്യുന്നതാണ്, ശരിയാണ്. എങ്കിലും എല്ലാ ചിരിയും നമുക്ക് സന്തോഷമായിട്ട് പറയാനായിട്ടോ എല്ലാ ചിരിയും നമുക്ക് സ്നേഹമായിട്ട് കണക്കാക്കാനോ പറ്റുകയില്ല. മിന്നുന്നതെല്ലാം ഒന്നല്ല, പിന്നെ വെളുത്തതെല്ലാം പാലല്ല എന്നൊക്കെ പറയാറുണ്ട്, അല്ലെ? ധാരാളം ചിരികളുണ്ട്. ചിലപ്പോൾ ചിരിച്ചില്ലെങ്കിൽ തന്നെ സ്നേഹം ഉണ്ടായിരിക്കും, അല്ലെ? പിതാവ് പണ്ടത്തെ കാലത്ത്, ഇപ്പൊ പിന്നെ പിള്ളേരും മക്കളെല്ലാം കൂടെ കളിച്ചിരിക്കും. പണ്ടത്തെ കാലത്ത് പിതാക്കന്മാരെ സീരിയസ് ആണ്, മക്കളോടൊന്നും ചിലപ്പോൾ കളിച്ചിരിക്കുന്നു വരത്തില്ല. പപ്പയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു, പക്ഷേ ചിരിച്ചതായിട്ട് ഓർക്കുന്നില്ല, ഭയങ്കര സ്നേഹമായിരുന്നു. പല പിതാക്കന്മാർ എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കണമെന്നില്ല, പക്ഷെ ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടായിരിക്കും. നമ്മൾ ചിരി കണ്ടതുകൊണ്ട് നമുക്ക് സ്നേഹമാണെന്ന് പറയാൻ പറ്റുകയില്ല. ഒരുപക്ഷെ ചിരിച്ചില്ലെങ്കിൽ സ്നേഹം ഇല്ലെന്ന് അർത്ഥമല്ല. എങ്കിലും ദൈവമക്കൾ അന്യോന്യം കാണുമ്പോൾ സന്തോഷം പ്രകടിപ്പിക്കുന്നത് അന്യോന്യം ധൈര്യം ഉണ്ടാക്കുന്നതായ വിഷയമാണ്. നമ്മൾ അന്യോന്യം സ്നേഹിക്കണം, ആ സന്തോഷമുള്ളവരായിരിക്കണം. മൂന്നാമത്തത് പ്രധാനപ്പെട്ടതാണ്, എന്തുവാണ്? സമാധാനം. യോഹന്നാന്റെ സുവിശേഷം 16:33 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. യേശുവിന്റെ ശുശ്രൂഷയുടെ അവസാനം കർത്താവിന്റെ ഒരു പാർട്ടിംഗ് ഗിഫ്റ്റ് ആയിട്ട് ശിഷ്യന്മാർക്ക് കൊടുത്തത്
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്തുവാ? സമാധാനമാണ്. യേശുവിന്റെ ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത്. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. ലോകത്തിന് തരുവാനോ എടുക്കുവാനോ കഴിയാത്ത സമാധാനമാണ് കർത്താവിൽ നിന്ന് നമുക്ക് കാണുവാൻ പ്രാപിക്കുവാനായിട്ട് കഴിയുന്നത്. ഒന്ന് ഓർത്തോയ്ക്ക്, ലോകത്തിൽ നിന്ന് സമാധാനമില്ല. ഇതെല്ലാം ഹൈലി ഡിമാൻഡ് ഉള്ളതായ സാധനങ്ങളാണ് ഈ പറയുന്നത്. യഥാർത്ഥമായ സ്നേഹം, യഥാർത്ഥമായ സന്തോഷം, സന്തോഷത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നറിയാമോ? സാറെല്ലാം കുരുക്കി ചെന്ന് പെടുന്നു. സ്നേഹത്തിന് വേണ്ടി ഓടുന്നത്, സമാധാനത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. ലോക നേതാക്കന്മാർക്ക് സമാധാനമില്ല, രാഷ്ട്രങ്ങൾ സമാധാനമില്ല, കുടുംബങ്ങളിൽ സമാധാനമില്ല, അല്ലേ? സ്തോത്രം. സമാധാനം ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാൽ ഇതിന്റെ എല്ലാം നടുവിൽ ദൈവമക്കൾക്ക് ദൈവം നൽകുന്ന ഒരു അനുഗ്രഹമാണ് ദൈവികമായ സമാധാനം, അല്ലേ? യേശു നൽകുന്നത് കർത്താവിന്റെ സമാധാനമാണ്. കർത്താവ് പറഞ്ഞ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ഉണ്ടായേക്കാവുന്നതല്ല, ഉണ്ട് എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. എന്തെല്ലാം കഷ്ടമുണ്ടെങ്കിലും കർത്താവ് സമാധാനം, ലോകത്തെ ജയിച്ച കർത്താവ് സമാധാനം നൽകുകയാണ്. ഇന്ന് രാത്രിയിൽ നമുക്ക് സമാധാനമില്ലാത്ത വിഷയങ്ങൾ പലതും കണ്ടേക്കാം. നമ്മൾ ദൈവമക്കളായതുകൊണ്ട് കർത്താവ് പൂർണ്ണമായി വീൽ ചെയ്യുമ്പോൾ, പരിശുദ്ധാത്മാവിന് വേണ്ടി ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് ആ സമാധാനം ആഴമായിട്ട് നിറയപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. സ്വത്രം. നമ്മളിപ്പം ഫിലിപ്പിയർ 4 വായിച്ചതുപോലെ സമാധാനം നമുക്കൊരു ഗോളായിട്ട് കർത്താവ് അയക്കുവാനായിട്ട് ഇടയായിത്തീരും. യെശയ്യാ പ്രവചനത്തിൽ 48:26 ഇങ്ങനെ വായിക്കുന്നുണ്ട്. യഹോവയിൽ വെച്ചിരിക്കുന്നവരെ എന്ത് ചെയ്യുന്നു? പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു, അല്ലേ? അതുപോലെ തന്നെ 57 അധ്യായത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തുവാണ്? ദുഷ്ടന്റെ ഹൃദയം ഇളകി മറിയുന്ന കടൽ പോലെയാകുന്നു. ദുഷ്ടന്റെ ഹൃദയം സമാധാനമില്ല. പാപം ചെയ്യുന്നവന്റെ ഹൃദയത്തിനകത്ത് ഇളകി മറിയുന്ന കടൽ പോലെയാകുന്നു. 57 അധ്യായത്തിന്റെ അവസാന ഭാഗം നമ്മൾ പണ്ട് ഉയർന്നിരിക്കുന്ന വാക്യം വായിച്ചത് കഴിഞ്ഞത് അവസാനം വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യുകയാണ്? പറഞ്ഞിരിക്കുകയാണ്, ദുഷ്ടന്മാരുടെ ഹൃദയം കലങ്ങി മറിയുന്ന കടൽ പോലെയാണ്, അവർക്ക് സമാധാനമില്ല എന്ന് എഴുതിയിരിക്കുകയാണ്. എന്തെല്ലാം അസമാധാനങ്ങളുണ്ടെങ്കിലും ദൈവമക്കളെ, ആ അസമാധാനവുമായിട്ട് ദൈവാസനത്തിൽ അല്പസമയം ഇരുന്ന് ആത്മാവ് നിറയപ്പെട്ട് കഴിയുമ്പോൾ അമാനുഷികമായ സമാധാനം നമ്മുടെ ഹൃദയത്തിനകത്ത് നിറയുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ കൃപാവരങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പറയാൻ കാര്യം, സുപ്രധാനമായ കാര്യമാണ് ആത്മാവിൻ്റെതായ സ്നേഹം, ആത്മാവിൻ്റെതായ സന്തോഷം, ആത്മാവിന്റെ സമാധാനം നമുക്ക് പ്രാപിച്ചു വേണം കൃപാവരങ്ങൾ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാനായിട്ട്. നമുക്ക് ഗിരിയോന് ഭയങ്കര പ്രശ്നമായിരുന്നു. ഗിരിയോന് ഞാൻ ചെറുതാണ്, പ്രശ്നമാണ്, എന്തുകൊണ്ട് സംഭവിക്കുന്നതെല്ലാം നിരാശപ്പെട്ട് ഇരിക്കുമ്പോൾ, അല്ലേ, ദൂതനെ പോലെ പണി നിർത്തി പ്രത്യക്ഷപ്പെടുന്നു. അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സമാധാനം, നിനക്ക് സമാധാനം, അല്ലേ? അതുകൊണ്ട് അവന് പേരിട്ട് യഹോവ ശാലേം എന്ന് പേരിട്ട് അവിടെ യാഗപീഠം പണിയുന്നു. തന്നെയുമല്ല, ദൈവം നൽകിയ സമാധാനം. അവന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ചോദ്യങ്ങളുണ്ട്. എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് അറിയത്തില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, തന്നെത്താനെ ഒന്നും അങ്ങോട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ചെറിയവനാണ്, ഞാൻ ബലഹീനനാണ്, ഒത്തിരി വിഷയങ്ങളുണ്ട് എന്ന് ഭാരപ്പെടുമ്പോൾ ദൈവികമായ സമാധാനം കിട്ടിക്കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യുകയാണ്? അവന് ഇടിക്കേണ്ടതിനെ ഇടിക്കുവാൻ, പണിയേണ്ടതിനെ പണിയുവാനുള്ളതായ ആ ബലം ആ സമാധാനത്തിനകത്ത് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ആത്മാവിന്റെ ബലമാകുന്ന സമാധാനം നമുക്ക് ലഭിക്കുമ്പോഴാണ് സ്തോത്രം ഇടിച്ചു കളയേണ്ടതെല്ലാം ഇടിക്കുവാനും പണിയേണ്ടത് പണിയുവാനുള്ളതായ ബലം, തീരുമാനം ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീർന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പരിശുദ്ധാത്മാവ് ആത്മാവിന്റെ മേൽ വന്നു എന്നും വന്നിട്ട് കാരണം മതിയപ്പോൾ ഞാൻ അവന്റെ അടികൾ കൂടിയെന്നും വലിയ വിടുതൽ അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്തോത്രം. അതുകൊണ്ട് ദൈവികമായ സമാധാനം നമുക്ക് പ്രാപിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ പ്രാപിക്കുവാൻ ഇടയാകും, ഒരു വിജയം പ്രാപിക്കുവാൻ ഇടയാകും.
എല്ലാ പ്രശ്നത്തിന്റെ നടുവില് ഭാരത്തോടെ ഇരിക്കുമ്പോഴും കർത്താവ് നമ്മുടെ അടുത്ത് വന്ന് നമുക്ക് സമാധാനം നൽകുന്നതായി കാണുവാനായിട്ട് സാധിക്കും. സ്വതം ഇനി നമുക്ക് കിട്ടിയ സമാധാനം കൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ആത്മാവിന്റെ പരമാകുന്ന സമാധാനം കിട്ടി നമ്മൾ എന്ത് ചെയ്യണം? ആത്മാവിന്റെ ഫലം കൊണ്ട്, സമാധാനം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ഹൃദയശുദ്ധിയുള്ളോ ഭാഗ്യവാന്മാർ. അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? ഹൃദയശുദ്ധി മാത്രം പോരാ, പലരും വിശുദ്ധിയോടെ ജീവിച്ചാൽ മതിയെന്ന് വിചാരിക്കുന്നുണ്ട്. വിശുദ്ധിയോടെ ജീവിച്ചാൽ പോരാ. അടുത്തെന്ന് പറഞ്ഞേ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരായി മാറണം. ആർക്കാ സാധിക്കുന്നത്? ദൈവികമായ സമാധാനം പ്രാപിക്കുന്നവർക്ക് സമാധാനം ഉണ്ടാക്കുന്നവരായിട്ട് മാറ്റപ്പെടണം. നമ്മൾ ആ ദൈവിക സമാധാനം പ്രാപിക്കുമ്പോഴാണ് സമാധാനം ഉണ്ടാക്കുന്നവരായിട്ട് മാറ്റപ്പെടുവാൻ സാധിക്കുന്നത്. ചിലർക്ക് സമാധാനം നഷ്ടപ്പെടുത്താനായിട്ട് നല്ല കഴിവുണ്ട്. എന്തെങ്കിലും ഒരു ചെറിയ വിഷയം അവർ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും ആ സമാധാനം മുഴുവൻ നഷ്ടപ്പെടും. ഒരു തലവേദന വന്നു, അങ്ങനെ പറഞ്ഞു, മറ്റു ആൾക്കും തലവേദനയായിരുന്നു, അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു, അതായിരുന്നു ഇതായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് ചെയ്യുകയാണ്? ഉള്ള സമാധാനം മുഴുവനും നഷ്ടപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. അതുപോലെ ചെറിയ ചെറിയ വാക്കുകളിലൂടെ മറ്റുള്ളവരുടെ സമാധാനം നഷ്ടപ്പെടുത്തുവാനായിട്ട് സാധിക്കും. ഇടപാടുകളിലൂടെ സമാധാനം നഷ്ടപ്പെടുത്തുവാനായിട്ട് സാധിക്കും. മെസ്സേജുകൾ അയച്ച് സമാധാനം നഷ്ടപ്പെടുത്തുവാനായിട്ട് സാധിക്കും. പല രീതിയിൽ സമാധാനം നഷ്ടപ്പെടുത്തുവാനായിട്ട് സാധിക്കും. ഒരു ഗ്രൂപ്പിലേക്ക് ഒരാൾ വന്നു, പെട്ടെന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യും? ആവശ്യമില്ലാത്ത എന്തെങ്കിലും പറയുമ്പോൾ ഉള്ള സമാധാനം വിടുമ്പോ ഭവനത്തിനകത്ത് തന്നെയാണ്. എങ്ങനെയാണ്? എന്തെങ്കിലുമൊക്കെ ഒരു വാക്ക് പറയുമ്പോഴത്തേക്കും ചാക്കഴിച്ചിട്ടതുപോലെ 10-20 വാക്കുകളെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഉള്ള സമാധാനം പോകും, അല്ലേ? പിന്നെ പലയിടത്തും കഴിക്കാറാകുമ്പോഴത്തേക്ക് വേണം എന്ത് ചെയ്യുന്നത്? എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, പിന്നെ ചിലയിടത്ത് കഴിക്കുകയും പാത്രം എടുത്തതിന് ബഹളം ഉണ്ടാക്കി ഉള്ള സമാധാനം മുഴുവൻ നഷ്ടപ്പെടും. അതിനുവേണ്ടി വളരെ ക്ഷമയോടെ സമാധാനം ഉണ്ടാക്കുന്നവരായിരുന്നാലേ നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരും എന്ന് വിളിക്കപ്പെടുവാനായിട്ട് ഇടയാകുകയുള്ളൂ. ദൈവത്തിന്റെ മക്കളാണെന്ന് പറയണമെങ്കിൽ ദൈവമക്കളെ നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരായിട്ട് മാറ്റപ്പെടണം. സ്വതന്ത്രം ദൈവികമായ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ എന്ന് കൊലോസ്യ ലേഖനം 3:16 വായിക്കുന്നുണ്ട്. റോമർ 12:15 വായിക്കുന്നത്, എല്ലാവരോടും കഴിയുമെങ്കിൽ എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. കഴിയുമെങ്കിൽ എല്ലാവരോടും എന്ന് പറയാൻ കാര്യം, ചിലയിടത്ത് പറ്റത്തില്ല. ചിലർ അശുദ്ധിക്ക് വേണ്ടിയും ദൈവമൊക്കെ പോകുന്നവർ ചിലപ്പോൾ കാണും. അവരുടെ സമാധാനത്തിന് വേണ്ടി പോയാൽ ചിലപ്പോൾ സമാധാനം ഉണ്ടാകാൻ പറ്റിയില്ല. അതുകൊണ്ട് കഴിയുമെങ്കിൽ എല്ലാവരോടും എന്ത് ചെയ്യണം? സമാധാനം ആചരിച്ച്. സമാധാനം ആചരിക്കുമ്പോൾ നമുക്ക് ശുദ്ധീകരണം കൂടെ നടക്കുകയാണ്. സ്തോത്രം. സമാധാനം ആചരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുമായിട്ടും പിണങ്ങിയിരിക്കാതെ, പ്രയാസത്തിലിരിക്കാതെ, ക്രമീകരണം പ്രാപിച്ച്, ശുദ്ധീകരണം പ്രാപിച്ച് നമ്മൾ ദൈവത്തിൽ ഒരുങ്ങിയിരിക്കുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവത്തെ ബന്ധപ്പെടുത്താം. ദൈവികമായ സമാധാനം എത്ര ഭയങ്കര സമാധാനമില്ലാത്ത അവസ്ഥയിലും നൽകുന്നതാണ്. കർത്താവ് ശാന്തമായിട്ട് അറിയുന്ന പടകിലെ പറയുന്ന കാര്യം നേരത്തെ ഓർമ്മിച്ചല്ലോ. എത്ര സമാധാനമായിട്ടാണ് കർത്താവ് പറയുന്നത്. ആ സമാധാനം പത്രോസിന് ലഭിച്ചു. അപ്പോസ്തലൻ 12 ആ ജയിലുവായ്ക്കകത്ത് പത്രോസ് പിറ്റേ ദിവസം കൊല്ലാൻ പോവുകയാണ്, തലവെട്ടാൻ പോവുകയാണ്. സ്തോത്രം. അതറിയാം. പക്ഷെ രാത്രി സുഖമായിട്ട് ഉറങ്ങുകയാണ്. പിന്നെ തട്ടി ഉണർത്തത്തക്ക രീതിയിൽ സുഖമായിട്ട് പത്രോസ് ആ പ്രശ്നത്തിൽ നിന്ന് ഉറങ്ങുകയാണ്. അതാണ് ദൈവം നൽകുന്ന സമാധാനം, ആത്മാവിന്റെ ഫലമായ സമാധാനം. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിലും രാത്രികാലം കർത്താവേ ആ സമാധാനത്താൽ നിറയ്ക്കണമേ. സകല ബുദ്ധിയെ കഴിയുന്ന ദൈവിക സമാധാനം എനിക്ക് ഗാഡായിട്ട് ഞാൻ പോകുന്ന വഴികളിൽ രാത്രി ഉറങ്ങുമ്പോൾ, നടക്കുമ്പോൾ, അമ്മയും ഹൃദയം ഒറ്റയ്ക്കിരുന്ന് ഭാരപ്പെടുമ്പോൾ ആ ഗാഡ് സമാധാനം കാക്കുന്ന ആ ഗാഡ് എന്നോടുകൂടെ ഉണ്ടായിരിക്കണമേ. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ആമേൻ. സമാധാനമില്ലാത്ത ലോകത്തിൽ സമാധാനമുള്ളവരായി ജീവിപ്പാൻ
ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത് നമുക്ക് വായിക്കുന്നത് അടുത്ത എന്തുവാണ്? നാലാമത്തെ എന്തുവാണ്? ദീർഘക്ഷമ. സമാധാനം ഉണ്ടാക്കാനായിട്ട് ബഹുമാനത്തോട് സംസാരിക്കുക, ഭവനത്തിനകത്ത് ചൊറിയുന്ന വാക്കുകൾ പറയാതിരിക്കുക, മറ്റുള്ളവരെ ചെറുതാക്കുക, കളിയാക്കുക, ഇളിപ്യരാക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഭവനത്തിലെ സമാധാനം നഷ്ടപ്പെടുത്തുകയാണ്. നമ്മുടെ വാക്കുകൾ കൊണ്ട് എല്ലാവർക്കും സമാധാനം പകരുവാനായിട്ടൊരു തീരുമാനത്തോടെ ഇന്ന് രാത്രിയിൽ നമുക്ക് മടങ്ങി പോകുവാനിടയാകട്ടെ. ദീർഘക്ഷമ എന്ന് പറഞ്ഞാല് അത് ഇംഗ്ലീഷിൽ ലോങ് സഫറിംഗ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഗ്രീക്കില് മാക്രോ തൂമിയ. മാക്രോ എന്ന് പറഞ്ഞാൽ വലുതാന്ന് നമുക്കറിയാം അല്ലെ. മൈക്രോ എന്ന് പറഞ്ഞാല് ചെറുത്. മൈക്രോ എവല്യൂഷൻ ഉണ്ട്, മാക്രോ എവല്യൂഷൻ ഉണ്ട്. മാക്രോ തൂമിയ എന്ന് പറയുന്നത് വലിയ സഫറിങ് അല്ലെങ്കിൽ വലിയ സഹിഷ്ണുത എന്നുള്ള അർത്ഥത്തിലാണ് ദീർഘക്ഷമ എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ചിലർക്ക് ചിലരുടെ വർത്താനം പറയുമ്പോഴത്തേക്കും നമ്മൾ വളരെ സഹിഷ്ണുതയോടെ കേട്ടില്ല എങ്കിൽ പ്രശ്നമുണ്ടാകും. അതൊരു പ്രശ്നം ഉണ്ടാക്കാതെ അത് സഹിഷ്ണുതയോടെ ശ്രമിക്കുവാനുള്ളതായ കഴിവ് നമുക്ക് ഉണ്ടാകണം. രണ്ട്, നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ മോശമായിട്ടും ദോഷമായിട്ടും ചെയ്യുമ്പോഴും ക്ഷമിക്കുവാനുള്ളതായ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണം അല്ലേ. അത് ദീർഘക്ഷമ എന്ന് പറയുവാനായിട്ട് ഇടയായിത്തീരും. ഓക്കെ, ഒന്നത്. രണ്ടാമതായിട്ട് ഈ സഹിഷ്ണുത എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ദീർഘക്ഷമയ്ക്കകത്ത് സഹിഷ്ണുതയും കൂടെ ഉണ്ട്. ദീർഘമായിട്ട് സഹിച്ച് നിൽക്കാനുള്ളതായ ഒരു കഴിവ്. സഹിഷ്ണുത വാക്കിലും പറഞ്ഞിരിക്കുന്ന ഗ്രീക്കില് ഹുപ്പോമോണെ എന്നാണ്. ഹുപ്പോമോണെ എന്ന് പറഞ്ഞാൽ അടിയില് ഊപ്പറും ഹൂപ്പൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞത് അടിയില് വലിയ ഒരു ഭാരം അല്ലെങ്കിൽ വലിയ കല്ല് എടുത്ത് പുറത്തു വെച്ച് അടിയിലായി പോകുന്ന ഞെങ്ങിപ്പോകുന്നതായ ആ അവസ്ഥയാണ്. അത് അങ്ങനെ ഇരിക്കാനുള്ളതായ മനോഭാവമാണ് സഹിഷ്ണുത എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ നമ്മൾ വളരെ പ്രയാസത്തിലൂടെ കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യണം? സഹിഷ്ണുതയോടെ കാത്തിരിക്കണം. നമുക്ക് ഇഷ്ടമില്ലായിരിക്കാം, നമുക്ക് ഇഷ്ടമില്ലാത്ത വിഷയമായിരിക്കാം, പക്ഷേ ആ സമയത്ത് കാത്തിരിക്കുന്നതായ അനുഭവം, അതുപോലെ തന്നെ വെയിറ്റ് ചെയ്യുന്നതായ അനുഭവം അതിനകത്തുണ്ട്. ദീർഘക്ഷമ എന്ന് പറയുമ്പോൾ പേഷ്യൻസ് എന്ന അർത്ഥമുണ്ട്. നമ്മൾ ഇതിലെ വിഷയങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അബ്രഹാം ആ വാഗ്ദത്ത സന്തതിക്ക് വേണ്ടി ദീർഘകാലം വെയിറ്റ് ചെയ്യുന്നതായിട്ട് പറഞ്ഞു. ഒരു കൃഷിക്കാരൻ എന്ത് ചെയ്യുകയാണ്? കൃഷിക്കാരന് കൃഷി ചെയ്തിട്ട് അവന് ഫലത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നത് ഭാഗത്താണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ഉടനെ കിട്ടിയത് വരത്തില്ല. പ്രാർത്ഥന ഉണ്ടെങ്കിൽ കർത്താവ് പിന്നീടാണെങ്കിലും പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുവാനായിട്ട് ഇടയായിത്തീരും. ചില പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ തന്നില്ല എന്നോർത്ത് ഭാരപ്പെടരുത്. ദീർഘക്ഷമയോടുകൂടെ നിൽക്കുവാനായിട്ട് ഇടയായിത്തീരണം. സ്തോത്രം. വാഹനം ഓടിക്കുമ്പോൾ ദീർഘക്ഷമ നമുക്ക് ആവശ്യമാണ് അല്ലേ. മറ്റുള്ളവരെ സംസാരിക്കുമ്പോൾ ദീർഘക്ഷമ ആവശ്യമാണ്. ഭവനത്തിനകത്ത് ദീർഘക്ഷമ ആവശ്യമാണ്. ദീർഘക്ഷമയുണ്ടെങ്കിൽ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനായിട്ട് ഇടയായിത്തീരും. ദീർഘക്ഷമയുണ്ടെങ്കിൽ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് റൈറ്റ് തിരിച്ച് കോപത്തോടെ ക്രോധത്തോടെ മറുപടി പറയാതെ ക്ഷമയോടെ അത് കേൾക്കുവാനും സംസാരിക്കാനുമായിട്ട് ഇടയായിത്തീരും. കർത്താവിന്റെ ക്ഷമ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. ക്രൂശിന് പിതാവേ ഇവർ ചെയ്യുന്നതെന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് കർത്താവ് പറയുന്നത് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇയ്യോബ് എന്ന് പറയുകയാണ്, അവനെ കൊന്നാലും എന്ത് ചെയ്യും? ഞാൻ അവന് വേണ്ടി തന്നെ കാത്തിരിക്കും എന്ന് പറയുന്ന അനുഭവമുണ്ട്. യോസഫ് കാരാഗൃഹത്തില് വളരെ ദീർഘക്ഷമയോടെ കിടക്കുകയാണ്. തനിക്ക് ദൈവം നൽകിയ ആ ദർശനങ്ങളൊന്നും അത് നിറവേറുന്നില്ല. നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. പക്ഷെ ദീർഘക്ഷമയോടെ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്നു. എന്നോട് ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് ഓർത്തുകൊണ്ട് പാപം ചെയ്യുവാനോ ദൈവത്തെ തള്ളി പറയാൻ ഇടയാകാതെ കർത്താവിന്റെ സ്നേഹത്തില് ദൈവത്തോടുള്ള സ്നേഹം വിട്ടുപോകാതെ കർത്താവിനോട് കൂടെ ഇരിക്കത്തക്ക രീതിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കഷ്ടത്തിന്റെ നടുവിലും അവൻ പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്വന്തം നോഹ എത്ര 120 വർഷം ക്ഷമയോടെ പ്രസംഗിച്ചു അല്ലേ. അതുപോലെ മുടിയപുത്രന്റെ മടങ്ങിവരവിന് വേണ്ടി അപ്പൻ ക്ഷമയോടെ കാത്തിരുന്നു. ദീർഘക്ഷമ നമുക്ക് ആവശ്യമാണ്.
പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങൾക്കും ദൈവം മറുപടി തരും. പക്ഷെ നമ്മൾ ദീർഘക്ഷമയോടെ സന്തോഷത്തോടെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ആശ്രയിച്ചുകൊണ്ട് കാത്തിരിക്കുന്നത് വളരെ ആവശ്യമായ കാര്യമാണ്. അപ്പോൾ ആത്മാവിന്റെ ഒരു ഫലമാണ് എന്തുവാണ്? നമുക്ക് ദീർഘക്ഷമയോടുകൂടെ ഇരിക്കുവാനുള്ളതായ, ദീർഘക്ഷമയോട് കേൾക്കുവാനുള്ളതായ, ദീർഘക്ഷമയോട് ഇടപെടുവാനുള്ളതായ കഴിവ് ദൈവം തരുന്നത് ആത്മാവിന്റെ ഒരു ഫലമാണ്. അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത്, അഞ്ചാമതായിട്ട് പറയുന്നത് എന്തുവാണ്? വിശ്വസ്ത ദയ. ദയ എന്ന് പറയുന്നത് എഫേസ്യർ 4:32 വായിച്ചു നോക്കിയേ. എഫേസ്യർ 4:32. തീത്തോസ് മുതൽ 14 ചേർത്ത് വായിക്കേണ്ട, എഫേസ്യർ മാത്രം വായിച്ചാൽ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സിലുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. ദയ ഉള്ള അനുഭവം എന്ന് പറയുന്നത് ഒരു 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 കരുണയോടെ മറ്റുള്ളവരോട് ഇടപെടുന്നതായ അനുഭവമാണ് ദയയുള്ളവരാകുക എന്ന് പറയുന്നത്. നമുക്കൊരാളെ ശുശ്രൂഷിക്കുമ്പോൾ ദയയോടെ ശുശ്രൂഷിക്കാനായിട്ട് സാധിക്കും, കൈൻഡ്നസോടെ ശുശ്രൂഷിക്കാനായിട്ട് സാധിക്കും, റഫായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. ഹൃദയത്തിനകത്തുന്ന ഒരു കൈൻഡ്നസ് ഒരു ദൈവത്തിന്റെ പരന്നുണ്ടാകണം. ആത്മാവിന്റെ ബലം എന്ന് പറയുന്നത് അതാണ്. ഹോട്ടലിൽ സെർവ് ചെയ്യുന്ന ഒരു വ്യക്തി വന്ന് ദയയോടെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും, റഫായിട്ട് സെർവ് ചെയ്യാനായിട്ട് സാധിക്കും. റഫായിട്ട് ഇടപെടാം. അവർ കാര്യം ചെയ്യുന്നുണ്ട്, ഭക്ഷിക്കേണ്ട സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഇടപെടുന്നത് ദയോടെ ചെയ്യാം, അല്ലാതെയും ചെയ്യാം. ദൈവത്തിന്റെ മക്കൾക്ക് ഒരു ദയ എല്ലാവരോടും ഉണ്ടായിരിക്കണം. ദാവീദ് 2 ശമൂവേൽ 9-ാം അധ്യായത്തിൽ എടുത്ത് വായിക്കണം, നമുക്കറിയാവുന്ന ഭാഗമാണ്. ദാവീദ് യോനാഥാന്റെ മകൻ മെഫീബോശത്തിനോട് ആ യോനാഥാന്റെ തലമുറയോട് ദയ കാണിക്കേണ്ടതിന് അന്വേഷിച്ചപ്പോഴാണ് മെഫീബോശത്തിന്റെ അറിയുന്നത്. മെഫീബോശത്ത് ആരാണ്? ഒരു കാല് മുടന്തനായി പോയി. എങ്ങനെയാണ്? രാത്രി എടുത്തോണ്ട് ഓടിയപ്പോഴത്തേക്കും കുഞ്ഞ് താഴെ വീണ് കുഞ്ഞായിരുന്നപ്പോഴത്തേക്കും കാലം മുടന്തനായി പോയി. രാജാവ് ദാവീദ് ഇപ്പോൾ സിംഹാസനത്തിലായിരിക്കുകയാണ്. അതിനു മുമ്പേ ആരോട് കവലന്റ് എടുത്തു? യോനാഥാനോട് കവലന്റ് എടുത്തിട്ട് എന്തുവാണ്? നിന്റെ തലമുറ അവരങ്ങോട്ട് ഇങ്ങോട്ട് കവലന്റ് ചെയ്തു. നീ രാജാവാകുകയാണെങ്കിൽ എന്റെ തലമുറകളെ നോക്കിക്കൊള്ളണം, ഞാൻ രാജാവാണെങ്കിൽ നിന്റെ തലമുറകളെ നോക്കിക്കൊള്ളാം. അവനെ ശരിക്കും രാജാവാകേണ്ടത്, പക്ഷെ യോനാഥാൻ മരിച്ചു പോയത് നമുക്കറിയാം. എന്നാൽ ദാവീദ് ഓർത്തു, പണ്ടത്തെ കവലന്റ് ഓർത്തിട്ട് അവനോട് ദയ കാണിക്കാനായിട്ട് തീരുമാനിച്ചു. ലോദബാർ എന്ന് പറഞ്ഞാല് ലോ എന്ന് പറഞ്ഞാൽ നോ എന്നാണ് അർത്ഥം. ലോദബാർ പച്ചപ്പുൽ ഇതൊന്നും ഇല്ലാത്ത ആളുകൾക്ക് മേയാനായിട്ടുള്ളതായ പച്ചപ്പുലൊന്നും ഇല്ലാത്തതായ ലോദബാറിൽ പാർക്കുകയാണ്. അവിടെ നിന്നും വരുത്തിയതിനു ശേഷം അറിയാമോ? ആ രാജാവിന്റെ ദാവീദിന്റെ ഭക്ഷണ മേശയിൽ തന്നെ അവന് സ്ഥാനം കൊടുത്തു. അവന്റെ കാല് മുടന്താണ്, പക്ഷേ ആ ഭക്ഷണമേശ ഇരുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്യുകയാണ്? ആ കസേര ഇരുന്നവന് അതറിയാൻ പറ്റുമോ? അവനുള്ളതായ വീഴ്ച, അവനുള്ളതായ അല്ലെങ്കിൽ കേടുപാട്, അവനുള്ളതായ ആ തോൽവി മറ്റുള്ളവരെ കാണിക്കാതെ അവനെ സ്റ്റാൻഡേർഡായിട്ട് ഒരു സ്ഥാനം കൊടുത്ത് രാജാവിനോടുകൂടെ ഭക്ഷിക്കുന്ന മേശ ഇരുത്തത്തക്ക രീതിയിൽ അവന്റെ ആയുസ് മുഴുവനും അവിടെ ഭക്ഷിക്കുമ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, ആ ഒരു ദയ കാണിക്കുന്ന അനുഭവമാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദാവീദ് മെഫീബോശത്തിനോട് എന്ത് ചെയ്തു? ഒരു ദയ കാണിച്ചു. ആ ദയ എന്ന് പറയുന്നത് അവന്റെ തോൽവിയെ എടുത്തു കാണിക്കുന്നതല്ല, മറ്റുള്ളവരുടെ തോൽവികളെ വെളിപ്പെടുത്തുന്നതല്ല, തോൽവികളെ മറച്ച് അവരെ സംരക്ഷിക്കുന്ന, അനുഗ്രഹിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരുന്നതാണ് യേശുവിന്റെ ദയ. യേശു എന്ത് ചെയ്യുകയാണ്? ആ ശിശുക്കളെ എല്ലാം അടുക്കൽ വന്ന് വിളിക്കി കൊണ്ടുവരികയാണ്. തന്നെയുമല്ല, പിന്നെ യേശു ശിശുക്കളെ അടുത്ത് നിൽക്കുന്നവരെ, കുഷ്ഠരോഗികളെ ഒക്കെ എന്ത് ചെയ്യുകയാണ്? തൊടുകയാണ്, തൊട്ട് സൗഖ്യമാക്കുകയാണ്. ഒരടുത്ത് പോലും വരുവാൻ കഴിയാത്ത വ്യക്തികളോട് ഒരു ദയ കാണിക്കുന്ന സ്വഭാവം ആർക്കുണ്ടായിരുന്നു? യേശുവിനുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തില് നമുക്ക് ആരോടൊക്കെയാണ് ദയ കാണിക്കേണ്ടത് എന്നോ നമുക്ക് ചിന്തിക്കാം. ആരോടൊക്കെ ദയ കാണിക്കണമോ അവരോടെല്ലാം നമ്മൾ ദയ കാണിക്കുന്നവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഒരു ദയ ഉണ്ടായിരിക്കണം. ഞാൻ എന്തിനാന്ന് പറയുന്നത് അറിയാമോ? നമ്മുടെ ദൈവസേന കർത്താവ് ഞാനത് ചെയ്തു, ഞാനിത് ചെയ്തു, ഞാനിത് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും
നമ്മളെ അറിയുന്നില്ല എന്ന് പറയാനായിട്ട് ആത്മാവിന്റെ ബലം ഉണ്ടായിരിക്കണം. പിന്നെ ഓർപ്പിക്കാം, ആത്മാവിന്റെ ബലം ഒറ്റ ബലമാണ്. അതിനകത്ത് ഇതെല്ലാം ഉണ്ടായിരിക്കണം. ചിലതുണ്ട്, ചിലതില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇതിനകത്ത് എല്ലാം ഉണ്ടെങ്കിലേ എന്ത് ചെയ്യത്തുള്ളൂ. എനിക്ക് സ്നേഹമുണ്ട് എല്ലാവരോടും, പക്ഷെ ദയയില്ല എന്ന് പറയാൻ പറ്റുകയില്ല. സ്നേഹം വേണം, സന്തോഷം വേണം, സമാധാനം വേണം, ദയ വേണം. ഇതെല്ലാം ആവശ്യമാണ്. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് പരോപകാരമാണ്. ആറാമതായതല്ലേ പരോപകാരം എന്ന് പറയുന്നത്. പരോപകാരം എന്ന് പറയുന്നത് പരസ്പര ഉപകാരമല്ല. പരസ്പര ഉപകാരമുണ്ട്. അവര് ചെയ്തു, ഞാനും ചെയ്യും. എനിക്ക് വേണ്ടി അവര് ഇന്നത് തന്നു, അതുകൊണ്ട് ഞാനും ചെയ്യും. അല്ല, ഇന്ന വിഷയത്തിൽ ഓടി വന്നു, അതുകൊണ്ട് ഞാനും അദ്ദേഹത്തിന് അല്ലാത്തവരടുത്ത് പോകുന്നില്ല. അതല്ല പരോപകാരം എന്ന് പറയുന്നത്. അത് പരസ്പര ഉപകാരമാണ്. പരോപകാരം എന്ന് ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്നത് ഗുഡ്നെസ് എന്നാണ്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന ഒരു അനുഭവം. നന്മ ചെയ്യുന്നത് നിങ്ങൾ മടുത്തു പോകരുത്. ഗലാത്യർ 6:9-10. അവസരം കിട്ടുമ്പോഴെല്ലാം നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്. പിന്നെ തളർന്നു പോകാഞ്ഞാൽ നാം തക്ക സമയത്ത് കൊയ്യും. ഗലാത്യർ 6:9-10. നോക്കിക്കേ, നമ്മള് നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകാഞ്ഞാൽ ഇപ്പോഴെങ്കിലും തക്ക സമയമാകുമ്പോൾ നമ്മൾ കൊയ്തിരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമുക്ക് നന്മ ചെയ്യാനായിട്ട് സാധിക്കും, തിന്മ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു വ്യക്തി നമ്മൾ എന്തെങ്കിലും ചെയ്തെങ്കിൽ നമുക്ക് യാതൊരു കാരണവശാലും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഷാരോൺ റോസ് ചർച്ചിന്റെ എല്ലാ ചർച്ചുകളുടെയും കൂടെ സഹോദരന്മാരുടെ സെമിനാർ ഉണ്ടായിരുന്നു. അവർക്ക് 1 മണിക്കൂർ ക്ലാസ് എടുക്കണമായിരുന്നു. അതിനകത്ത് പ്രിന്റ് ചെയ്ത് പോയത്. അതിനകത്ത് അവസാനമായിട്ട് റോമലേഖനം 13-ാം അധ്യായം ആസ്പദമാക്കിയായിരുന്നു. അതിനകത്ത് അവസാനമായിട്ട് ഒരു ചോദ്യം ചോദിക്കാനായിട്ട് ഇടയായിത്തീർന്നു. നന്മയോട് തോൽക്കാതെ തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക എന്നിട്ടിട്ട് അതിനകത്തൊരു ചോദ്യം ചോദിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിച്ച ഒരു സംഭവം എഴുതാൻ പറഞ്ഞു. നേരത്തേക്ക് സഹോദരന്മാർ ഇങ്ങനെ പേര് കണക്കിന് എഴുതാൻ തുടങ്ങി. എല്ലാവരുടെ ജീവിതത്തിൽ ഒത്തിരി പേര് തിന്മകൾ ചെയ്തിട്ടുണ്ട്. പലരും നമ്മുടെ ജീവിതത്തില് തിന്മകൾ പലതും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ തിന്മയോട് തോൽക്കാതെ നന്മയാൽ നമുക്ക് തിന്മയെ ജയിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. നന്മയുടെ അനുഭവങ്ങൾ ഉണ്ട്, നന്മയുടെ ആയുധങ്ങളുണ്ട്, തിന്മയുടെ ആയുധങ്ങളുണ്ട്. തിന്മയുടെ ആയുധങ്ങൾ കൊണ്ട് നമ്മൾ തിരിച്ച് അടിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള ആത്മീയ സന്തോഷവും സമാധാനവും എല്ലാം നഷ്ടപ്പെടും. അതാരെല്ലാം എന്തെല്ലാം തിന്മകൾ ചെയ്താലും രാത്രികാലം നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് റിറ്റാലിയേഷന്റെ ഏതെങ്കിലും ചിന്തകൾ ഉണ്ടെങ്കിൽ അതെല്ലാം വിട്ടിട്ട് സ്തോത്രം നന്മയാൽ നമുക്ക് ആ തിന്മകളെല്ലാം ജയിക്കുവാനായിട്ട് കഴിയും. അതാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. യോസഫ് സഹോദരന്മാരുടെ വിഷയങ്ങൾ, സഹോദരന്മാരെ ചെയ്ത് എന്തെല്ലാം തെറ്റുകൾ ചെയ്തു. കൊല്ലാൻ ശ്രമിക്കുന്നു ആദ്യം, പിന്നീട് ഉപയോഗിക്കുന്നു, എല്ലാം ചെയ്തെങ്കിലും യോസഫ് ഒരു വലിയ പൊസിഷൻ കിട്ടിയപ്പോഴത്തേക്കും അവരോട് തിന്മ ചെയ്യുവാനുള്ള എല്ലാ അധികാരവും കിട്ടിയപ്പോഴും എന്ത് ചെയ്യുകയാണ്? റിറ്റാലിയേറ്റ് ചെയ്യല്ല, ഒന്നും ചെയ്യാതിരിക്കുകയുമല്ല, അവരെ സംരക്ഷിക്കുവാനും അവർക്ക് ആവശ്യമായ നന്മകൾ കൊടുക്കുവാനും ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ അവരെ മാനിക്കുവാനും എന്ത് ചെയ്യുകയാണ്? ഇടയാക്കുകയാണ്. സ്തോത്രം. ഞാൻ ഈ പറയുന്നത് കൈയെടുത്ത് ആരാധിക്കാനുള്ള വിഷയങ്ങളല്ല, പക്ഷേ വളരെ പ്രധാനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ്. സ്തോത്രം. അപ്പൊ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ആ ആത്മാവിന്റെ ബലത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം നന്മ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഗുഡ്നെസ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ളവർക്ക് പരോപകാരം, പരസ്പര ഉപകാരമല്ല, പിന്നെ പരോപകാരമായിട്ട് നന്മ ചെയ്യുന്നതായ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഇനി അടുത്തതാ 7 വിശ്വസ്തത. വളരെ വിശ്വസ്തത എന്ന് പറയുന്നത്
മത്തായി 25:21 നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്നതായ എല്ലാ മേഖലകളിലും വിശ്വസ്തത എന്ന ബലം ആവശ്യമാണ്. നമുക്ക് ഭാര്യയും ഭർത്താവുമായിട്ട് ഭർത്തൃബന്ധത്തിൽ വിശ്വസ്തത ഉണ്ടെങ്കിൽ, പൂർണ്ണ വിശ്വസ്തത ഉണ്ടെങ്കിൽ കുടുംബജീവിതത്തിൽ 99% പ്രശ്നങ്ങളും ഒഴിവാക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ഒരു വ്യക്തി അവിശ്വസ്തത കാണിച്ചു കഴിഞ്ഞാൽ ആ കുടുംബജീവിതം മുഴുവൻ തകർന്നു പോകും. ഒരു ദൈവത്തിന്റെ പൈതലിന്റെ ജീവിതത്തില്, കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചൊരു ദൈവത്തിന്റെ ജീവിതത്തില് ആത്മാവിന്റെ ബലമാകുന്നതായ വിശ്വസ്തത ഉണ്ടെങ്കിൽ മാത്രമേ അവൻ ദൈവത്തിൽ നിൽക്കുവാനായിട്ട് കഴിയുള്ളൂ. പ്രത്യേകിച്ച് 3 Tകൾ, ടൈം, ടാലന്റ്, ട്രഷർ. നമ്മുടെ സമയത്തിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം, താലന്തുകളിൽ വിശ്വസ്തരായിരിക്കണം, നമ്മുടെ ട്രഷറിൽ അല്ലെങ്കിൽ ദൈവം നൽകുന്നതായ നന്മകളിൽ, പണത്തിൽ നമ്മൾ വിശ്വസ്തരായിട്ട് തീരണം. ഈ 3 കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാല് ടൈമിൽ വിശ്വസ്തരാകണം. നമ്മുടെ ദൈവം നൽകുന്നതായ മണിക്കൂറിൽ 1 ദശാംശം ദൈവത്തിന് കൊടുക്കണം. 24 മണിക്കൂറിന്റെ ദശാംശം എത്രയാ? 2.5 മണിക്കൂറുണ്ട് അല്ലേ? 2.4. അതില് അറ്റ്ലീസ്റ്റ് 1/2 മണിക്കൂറെങ്കിലും ഒരു ദിവസം വിശ്വസ്തമായിട്ട് ദൈവത്തിന്റെ വചനം വായിക്കാനും പ്രാർത്ഥിക്കാനുമായിട്ട് ചെലവഴിക്കണം. 1 അരമണിക്കൂറെങ്കിലും നമ്മൾ എത്ര ബിസിയാണെങ്കിലും അത്രയെങ്കിലും ചെലവഴിക്കണം. ഞാൻ നിങ്ങൾ ആരും കൈവക്കാൻ പറയുന്നില്ല. ഇന്ന് രാവിലെ എത്ര പേര് ദൈവത്തിന്റെ വചനം വായിക്കുവാനും ധ്യാനിക്കുവാനും ഇടയായിട്ടുണ്ട്? രാവിലെ 1 അരമണിക്കൂറെങ്കിലും ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് എത്ര പേർക്ക് ഇടയായിട്ടുണ്ട്? അറ്റ്ലീസ്റ്റ് 2.5 hours ഇരിക്കണം ഒരു ദിവസം. അപ്പൊ ഒരാഴ്ച എന്തുമാത്രം സമയമുണ്ട്? അപ്പൊ നമ്മൾ ഓരോ ദിവസവും മറ്റുള്ള കാര്യങ്ങൾ ഇടപെട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ വിശ്വസ്തത എന്ന കാര്യം നഷ്ടപ്പെടുത്തുകയാണ്. രണ്ടാമതായിട്ട് നമ്മുടെ സമയത്തുള്ള വിശ്വസ്ത ഒത്തിരി കാര്യമുണ്ട്. നമ്മുടെ ടൈം, ടാലന്റ്, ട്രഷർ അല്ലെ, താലന്തുകൾ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന കഴിവുകൾ, അതില് നമ്മൾ വിശ്വസ്തരാകണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചർച്ചിലോ മൊത്തം കൂടെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയല്ല, വ്യക്തിപരമായിട്ട് ദൈവം നൽകിയിരിക്കുന്ന താലന്തുകളിൽ വിശ്വസ്തരായിട്ട് തീരണം. മൂന്നാമതായിട്ട് ദൈവം നൽകിയിരിക്കുന്ന നന്മകളിൽ, പണപരമായ വിഷയങ്ങളില് പൂർണ്ണമായിട്ടും വിശ്വസ്തരായിട്ട് തീരണം. അതാണ് ആത്മാവിന്റെ ബലം. അങ്ങനെയാകുമ്പോഴാണ് നന്ന് നല്ലവരും വിശ്വസ്തനുമായ ദാസനെ. അല്പത്തിൽ വിശ്വസ്തനായവൻ ദൈവം അധികത്തിന് അവനെ വിചാരകനാക്കും. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളില് വിശ്വസ്തരല്ലെങ്കിൽ വലിയ കാര്യങ്ങളിലും അവിശ്വസ്ത കാണിക്കും. അത് വളരെ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത്. കർത്താവെ, ഈ ചെറിയ കാര്യത്തിലല്ലേ അവിശ്വസ്ത കാണിക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചാൽ കർത്താവ് നോക്കുമ്പോൾ കർത്താവിന് അറിയാം വലിയ കാര്യത്തിലും അവിശ്വസ്ത കാണിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതിനെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയാനുള്ള ഞാൻ ഭാഗത്ത് വിടുകയാണ്. നമുക്ക് അന്യമായത് വിശ്വസ്തരാകണം. ലൂക്കോസ് 16:11 അനീതിയുള്ള മാമൻ വിശ്വസ്തരാകണം. ഈ ലോകത്തിലെ കാര്യങ്ങൾ വിശ്വസ്തരായില്ലെങ്കിൽ ആമേൻ ആത്മീയ വിഷയങ്ങൾ വിശ്വസ്തരായിരിക്കുവാനായിട്ട് കഴിയുകയില്ല എന്നാണ് അതിന്റെ അർത്ഥം. മോശത്തിന്റെ പോലൊക്കെ വിശ്വസ്തരായിരുന്നു. ഏറ്റവും അവസാനമായിട്ട് റെവലേഷൻ 2:10 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, മരണപര്യന്തം സ്നാനപ്പെടുത്തുമ്പോൾ അവസാനം പറയുന്ന ഒരു വാക്യമുണ്ട് അല്ലെ, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം നിനക്ക് തരും, നീ പ്രാപിക്കും. സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തത എന്നൊരു വിഷയം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാണുവാനായിട്ട് രാത്രി കാണുന്നതിലൂടെ പരിശോധിച്ച് തീരുമാനത്തോടെ കടന്നുപോകാൻ വിഷയങ്ങളിൽ വിശ്വസ്തത, ദാമ്പത്തിക ജീവിതത്തിലുള്ള വിശ്വസ്തത, ധാർമ്മിക മേഖലയിലുള്ള വിശ്വസ്തത, ആര് കാണാത്ത പോലും എന്നെ കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് ഓർത്തുകൊണ്ട് വിശ്വസ്തമായിട്ട് ദൈവസ്ഥ നിൽക്കുന്ന ഒരു അനുഭവം കർത്താവിനെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. സമയം കഴിയാതെ നിർത്തുകയാണ്. 8 നമ്മൾ കാണുന്നത് സൗമ്യതയാണ്. സൗമ്യത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാറ്റില് പറന്നു വരുന്ന തൂവല് നമ്മുടെ ദേഹത്ത് വന്ന് വിടുമ്പോൾ ഉണ്ടാകുന്ന ഫീലിംഗ് എന്തുമായിരിക്കും? അതിന് വേണ്ടി സൗമ്യത എന്ന് പറയാം. നമ്മുടെ സ്വഭാവം ഒരു സൗമ്യമായ സ്വഭാവം ആയിരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കുകളും നമ്മുടെ ഇടപാടുകളെല്ലാം മറ്റുള്ളവരോടുള്ളതായ ആ ഓരോ ഇടപാടുകളും ഒരു സൗമ്യതയോടെ ആയിരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഏലിയാവിന്റെ അടുത്ത്
ഗുഹയിലൊക്കെ ചെന്നപ്പോഴത്തേക്കും ആദ്യം ഒരു ഭൂമിയൊരുക്കം ഉണ്ടായി. ദൈവത്തിന്റെ ശബ്ദമൊന്നും കേട്ടില്ല. പിന്നെ തീയുണ്ടായി, കാറ്റടിച്ചു. അവസാനമായിട്ട് മൃദുവായ ഒരു സ്വരം, വളരെ സൗമ്യമായ ഒരു സ്വരം. ചിലപ്പോൾ വലിയ ബഹളത്തിലൊന്നും അല്ലായിരിക്കും കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്. വളരെ ശാന്തമായിട്ട് ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദമുണ്ട്. സൗമ്യമായി നമ്മോട് സംസാരിക്കുന്നതായ അനുഭവങ്ങൾ നമുക്ക് ദൈവം തരുവാനായിട്ട് ഇടയായിത്തീരും. സൗമ്യമായിട്ട് ദൈവത്തിന്റെ വചനം കേട്ട് സൗമ്യമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന ഒരു ഘടകം എന്താണ്? സൗമ്യത, അല്ലേ? മോശ സൗമ്യനായ എന്ന് എഴുതിയിട്ടുണ്ട്. ലാസ്റ്റ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും വളരെ വേഗത്തിൽ. അത് വളരെ പ്രധാനമാണ്, എങ്കിലും വളരെ വേഗത്തിൽ അവസാനിപ്പിക്കാം. അവസാനത്തെ എന്തുവാണ്? ഇന്ദ്രിയം. ഇതുവരെ പറഞ്ഞ എല്ലാവർക്കും പറയാൻ പറ്റുമോ? ആദ്യത്തെ മൂന്നെണ്ണം എന്തുവാണ്? സ്നേഹം, സന്തോഷം, സമാധാനം. നമ്മളിത് മൊത്തം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ സമയം ഈ 9 കൂടെ ഉള്ള ഒറ്റ ഫലമാണ്. ആത്മാവിന്റെ ഫലം ഉണ്ടെങ്കിലേ കർത്താവിനെ ശ്രമിച്ചെല്ലുവാൻ കഴിയുള്ളൂ. സ്തോത്രം. അല്ലെങ്കിൽ ഞാൻ തന്നെ അറിയുന്നില്ല എന്ന് പറയും. ആത്മാവിന്റെ ഫലം അത്യാവശ്യമാണ്. സ്നേഹ, സന്തോഷ, സമാധാനം. അടുത്ത് വിശ്വസതയ. ആമേൻ. ഓക്കെ. ദീർഘക്ഷമതയ, പരോപകാരം. അടുത്ത വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയം. ലാസ്റ്റ് എന്തുവാണ്? ഇന്ദ്രിയം. ഇന്ദ്രിയത്തില് പറഞ്ഞിരിക്കുന്നത് എൻക്രാറ്റിയ അല്ലെങ്കിൽ എന്നുള്ള വാക്കാണ്. അത് 2 വാക്കുകൾ ചേർന്നാണ് എൻക്രാറ്റോസ്. എന്ന് പറഞ്ഞാൽ ഇന്നാണ് അർത്ഥം. ക്രാറ്റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ടെമ്പർ എന്നുള്ള അർത്ഥമാണ്. ലോങ് ടെമ്പർ അല്ലെങ്കിൽ ലോങ് സഫറിംഗ് ഉള്ള ഒരു അർത്ഥമാണ് ഇത്. ക്രാറ്റോസ്. ഓക്കെ. ക്രാറ്റോസ് എന്ന് പറഞ്ഞാൽ പവറാണ്. നമ്മുടെ മാക്രോതോമിയാണെന്ന് പറഞ്ഞത്. ക്രാറ്റോസ് എന്ന് പറഞ്ഞാൽ പവറാണ്. ഇൻ പവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഇച്ഛകൾ, ആഗ്രഹങ്ങൾ ഇതിന്റെ മേൽ അധികാരത്തോടുകൂടെ ആയിരിക്കുന്ന അവസ്ഥ. കണ്ണ് ഭയങ്കര ആഗ്രഹമുണ്ട്, പലതും കാണണമെന്നും അത് എൻജോയ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഇൻ കൺട്രോൾ ആയിരിക്കുമ്പോഴത്തേക്കും, ആ സെൽഫ് കൺട്രോൾ ഇൻ പവർ ആയിരിക്കുമ്പോഴത്തേക്കും ആ കണ്ണിന്റെ ആഗ്രഹത്തെ നിയന്ത്രിച്ചു നിർത്തുവാൻ, അതുപോലെ നമ്മുടെ ചിന്തകളെ നിയന്ത്രിച്ചു നിർത്തുവാൻ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? കണ്ണ്, ചെവി, കേൾക്കാനുള്ള കഴിവ്, രുചിക്കാനുള്ള കഴിവ്, മണക്കാനുള്ള കഴിവ്, പിന്നെ സ്പർശനം, നമ്മുടെ ഇൻട്യൂഷനും ഉണ്ട്. അപ്പോ ഇതിലൂടെ എല്ലാം ആണ് അകത്തോട്ട് ഇൻഫർമേഷൻ കിട്ടുന്നത്. അപ്പോ ഈ ഇൻഫർമേഷൻ അത് നമുക്ക് ചെന്ന് അത് സന്തോഷമായിട്ട് തീരാൻ വേണ്ടി അങ്ങനെയുള്ള ഇൻഫർമേഷനിലേക്ക് ആൾക്കാർ തിരിയും. ഈ ഗേറ്റുകളിലൂടെ നമ്മുടെ അകത്തെ മനുഷ്യൻ ആ നല്ല വെള്ളയുടുപ്പുകൾ പ്രാപിച്ച യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട ആ ഉടുപ്പമായിട്ട് ജീവിക്കുന്ന മനുഷ്യനെ അശുദ്ധമാക്കാനായിട്ട് പിശാച് എന്ത് ചെയ്യുന്നറിയാമോ? ഈ ഗേറ്റിലൂടെയെല്ലാം മഷി, പണ്ട് മഷിപ്പേരുള്ളപ്പോൾ മഷി അടിക്കുന്നവരെ പിള്ളേരൊക്കെ സാറന്മാരുടെ പറയുന്ന മഷി അടിക്കും, അറിയാതെ മഷി അടിക്കുന്നത് പോലെ പിശാച് ഗേറ്റിലൂടെയെല്ലാം അകത്ത് മഷി അടിച്ച് നമ്മുടെ വെള്ളയുടുപ്പിനെ അശുദ്ധമാക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ഇൻ പവർ വെച്ചുകൊണ്ട്, ഇൻ പവർ നിന്നുകൊണ്ട് നമുക്ക് സെൽഫ് കൺട്രോൾ ആയിട്ട് ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന അനുഭവമാണ് അവസാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ പൈതൽ തനിക്ക് ഒരു കൺട്രോൾ ജീവിതത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളിലും ഉണ്ടായിരിക്കണം. അവന്റെ നോട്ടത്തിനകത്ത് ഒരു കൺട്രോൾ ഉണ്ടായിരിക്കണം. നമ്മൾ എന്താണ് വാച്ച് ചെയ്യുന്നത്, എന്താണ് കാണുന്നത്, രാവിലെ തൊട്ട് രാത്രി വരെ കിടക്കുന്നത് വരെ ഇത് കാണുന്ന സ്വഭാവം അനേകർക്കുണ്ട്. ഞാൻ പറയട്ടെ, നമ്മൾ എന്താ കാണുന്നത്, എത്ര സമയം കാണണം, എന്തിനു കാണണം, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നതായ ഒരു അനുഭവം നമുക്ക് ആവശ്യമാണ്. അതാണ് സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത്. സെൽഫ് കൺട്രോൾ ആ ഫലത്തിന്റെ ഏറ്റവും അവസാനം എഴുതിയിരിക്കുന്നെങ്കിലും വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. സ്തോത്രം. സെൽഫ് കൺട്രോൾ ഇല്ലാത്ത മനുഷ്യൻ മതിലില്ലാത്ത പട്ടണം പോലെ. പ്രോവർബ്സ് 25:28, പ്രോവർബ്സ് 16:32 പ്രധാനപ്പെട്ട വാക്യമാണ്. ഞാനത് വായിക്കുന്നില്ല. നമുക്ക് ദൈവം നൽകിയിരിക്കുന്നതായ ആ ഓരോ മതിലുകളുണ്ട്. അതിനകത്ത് നമ്മൾ
ചെയ്ത് നിൽക്കണം. ഡൽഹിയില് 2014 നടന്ന സംഭവം ഒരുപക്ഷെ നിങ്ങൾ പലരും ഓർമ്മയുണ്ടായിരിക്കും. ഡൽഹിയിലെ ഒരു സൂല്, മെയിൻ സൂല്, ഇങ്ങനെ അതിനുള്ളതായ മതിൽ കെട്ടിയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേലി കെട്ടിയിട്ടുണ്ട്. വേലിക്ക് അപ്പുറം കുറച്ച് സമയം നിൽക്കാനുള്ള സ്ഥലമുണ്ട്. അതിന്റെ അങ്ങ് താഴെ വലിയ കുഴിയാണ്, 10-12 അടി താഴെയുള്ള കുഴിയാണ്. അവിടെ വെള്ളക്കടുവ വളർത്തുന്നതായ സ്ഥലമാണ്. വെള്ളക്കടുവയെ കാണാനായിട്ടിരിക്കുന്ന സ്ഥലമാണ്. എന്നാൽ ഒരു ചെറുപ്പക്കാരൻ, 20 വയസ്സുള്ള ചെറുപ്പക്കാരന് അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അപ്പുറത്ത് പോകരുതെന്ന്. ഇവൻ എന്ത് ചെയ്തെന്നറിയാമോ? ഈ അതിന് വിട്ട് അപ്പുറത്തേക്ക് ഇറങ്ങി. നിങ്ങളെല്ലാം വായിച്ചു കാണും, ഓർമ്മ കാണും. അതിലേക്ക് ഇറങ്ങി എന്ത് ചെയ്തെന്നറിയാമോ? കുറച്ച് സമയം അവിടെ കളിച്ചു നിന്നു. അന്നേരം ഒന്നും കുഴപ്പം പറ്റിയില്ല. ചിലപ്പോൾ അതിന് വിട്ടാലും അല്പസമയം ഒന്നും പറ്റിയില്ലാതിരിക്കും. പക്ഷെ അവസാനമായിട്ട് അവൻ അവിടെ നിന്ന് താഴെ പോയി. അവൻ താഴെ പോയിട്ട് ആ വെള്ളക്കടുവ മുമ്പില് അവനെ തൊഴുതുകൊണ്ടൊക്കെ നിന്നു. പക്ഷേ വെള്ളക്കടുവ അല്പം കഴിഞ്ഞപ്പോഴത്തേക്കും പുറകോട്ട് മാറി ഒറ്റ ചാട്ടം ചാടി അവനെ കൊല്ലുവാനായിട്ട് അതിനെ ഇടയായിട്ട് വന്നു. ആ സമയത്ത് നോക്കിയിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ വെള്ളക്കടുവയെ അവർക്ക് കൊല്ലാമായിരുന്നു. പക്ഷെ വെള്ളക്കടുവ അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന കാര്യമല്ല. അത് വളരെ പ്രധാനപ്പെട്ട മൃഗമായിട്ട് അവർ വളർത്തുകയാണ്. ഇവൻ ചെയ്ത തെറ്റിന് അവൻ തന്നെ അനുഭവിക്കാൻ വേണ്ടി അവര് അനങ്ങാതിരുന്നു. ഞാൻ ഈ പറഞ്ഞത്, ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ കൺട്രോളുണ്ട്. അതിന്റെ പുറത്തിറങ്ങിയാൽ ചിലപ്പോൾ കുഴപ്പമില്ല എന്ന് അല്പസമയം നമുക്ക് തോന്നിയാൽ വളരെ ഡേഞ്ചറാണ്. നമ്മുടെ കണ്ണുകളെയും മനസ്സിനെയും നമ്മുടെ ചെവികളെയും നമ്മുടെ നാവിന്റെ ടേസ്റ്റിനെയും സ്തോത്രം ശരീരത്തിന്റെ സ്പർശനത്തെയും എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് സെൽഫ് കൺട്രോളായിട്ട് ജീവിച്ചെങ്കിൽ മാത്രമേ കർത്താവിന്റെ വരരുകൾ എടുത്തുകൊള്ളപ്പെടുവാനായിട്ട് കഴിയുള്ളൂ. സെൽഫ് കൺട്രോൾ വളരെ പ്രധാനപ്പെട്ടതായ ഒരു ഭാഗമാണ് ഫലത്തിന്റെ. സ്തോത്രം. അപ്പോൾ ഈ ആത്മാവിന്റെ ബലം നമുക്ക് വ്യക്തമായി ഗ്രഹിച്ച് ആത്മാവിന്റെ ഫലത്തിൽ നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് വരങ്ങളിലേക്ക് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ ഈ വരങ്ങൾ കിട്ടുമ്പോഴത്തേക്കും നമുക്ക് അഹങ്കാരം ഉണ്ടാകാം, നമ്മളെ തന്നെ ഉയർത്തുന്ന സ്വഭാവം ഉണ്ടാകാം. വരങ്ങളെ ഒരു സാമ്പത്തിക നന്മയുടെ മാർഗമാക്കാം. ഇതെല്ലാം സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. സ്തോത്രം. അതുകൊണ്ട് വരങ്ങൾക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിനു മുമ്പായിട്ട് നമുക്ക് ഈ ഫലം, ഇതാണ് ദൈവസന്നിധിയിൽ നമ്മെ നിർത്തുന്നത്. ഇതാണ് ദൈവസന്നിധിയിൽ നമ്മെ സ്തോത്രം യോഗ്യതയുള്ളവരാക്കി തീർക്കുന്നത്. അതുകൊണ്ട് ഈ ഫലം നമ്മുടെ ഹൃദയത്തിനകത്ത് സ്തോത്രം വർദ്ധിച്ചു വരുവാനായിട്ട് കർത്താവിൽ വസിക്കുക, പ്രാർത്ഥനയിൽ കർത്താവിൽ വസിക്കുക, ആരാധനയിൽ കർത്താവിൽ വസിക്കുക, വിശുദ്ധ ജീവിതത്തിൽ കർത്താവിൽ വസിക്കുക, കർത്താവിനെ സ്നേഹിക്കുന്നവരായി തീരുക. മുന്തിരി വള്ളിയിൽ നിന്നും അല്പം പോലും മാറിപ്പോകാതെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയ ഈച്ച വന്ന് കുത്തി അവിടെ പഴുപ്പാരംഭിച്ചാൽ പതുക്കെ പതുക്കെ അത് മഞ്ഞ നിറത്തിലാകുവാനും ഈ ഫലമെല്ലാം വാഴിപ്പോകുവാനും സാധ്യതയുണ്ട്. കർത്താവുമായുള്ള ബന്ധത്തിൽ ഒരു മാറ്റവും വരാതെ ചേർന്നിരുന്നുകൊണ്ട് ആ പരിശുദ്ധാത്മാവിന്റെ ആ രസം, പരിശുദ്ധാത്മാവിന്റെ സാപ്പ് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയി നമ്മളറിയാതെ തന്നെ ആത്മാവിന്റെ ഫലങ്ങളെ പുറത്തു വരുന്നതായ അനുഭവത്തിലേക്ക് മാറ്റപ്പെടുവാൻ രാത്രിയിൽ നമ്മുടെ ഹൃദയങ്ങളെ ദൈവസ്ഥയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവമായ കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. അവസരം നൽകിയ പാസ്റ്റർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചൊല്ലുന്നു. സ്തോത്രം.